ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം, ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിൽ ഏതൊക്കെ ടോപ്പിക്സ് എടുത്തു കേട്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതുവരെ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം, എന്നിട്ട് ചോദിക്കും കേട്ടോ. ഓർത്ത് നോക്കാം, ഫസ്റ്റ് ടോപ്പിക് എടുത്തത് കേട്ടോ. ഓർത്ത് നോക്കാം, ലാസ്റ്റ് 2 ക്ലാസ്സസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 അല്ല 3 ക്ലാസ്സസ്. ഫസ്റ്റ് എടുത്തത് റേറ്റ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സെക്കൻഡ് എടുത്തത് എന്തായിരുന്നു അല്ലെ? അവിടെ തന്നെ ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടി നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ ടോപ്പിക് കഴിഞ്ഞു. സെക്കൻഡ് ടോപ്പിക് വന്നത് റേറ്റ് ലോ. റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് റേസ്ഡ് ടു സം പവർ വിച്ച് മേ ഓർ മേ നോട്ട് ബി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. റേറ്റ് ഈക്വൽ ടു k into a raised to x and b raised to y. Then order equal to എന്തായിരുന്നു? x plus y. Sum of power of molar concentration of reactants in a rate law. ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ഹെഡിങ് എഴുതിയത് എലമെന്ററി റിയാക്ഷൻ ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ അല്ലെ? അത് കഴിഞ്ഞിട്ടാണ് മോളിക്കുലാരിറ്റി. ദെൻ നെക്സ്റ്റ് മോളിക്കുലാരിറ്റിയുടെ ഡെഫിനിഷൻ എഴുതി, അതിന്റെ എക്സാമ്പിൾ എഴുതി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ടോപ്പിക് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ലാസ്റ്റ് ക്ലാസ്സിൽ വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, അപ്പൊ ഒരു എന്താണ് 2 ക്ലാസ്സസിന് മുമ്പുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ ഇവിടെ തൊട്ട് എടുത്തു. എന്തായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി അല്ലെ? ഒരു ടേബിൾ ഒക്കെ വരച്ച് നമ്മൾ അതിന്റെ ഡെഫിനേഷനും പോയിന്റ്സ് ഒക്കെ എഴുതി ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയത് റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് അല്ലെ? ഓർത്ത് നോക്കുക, യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതി റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് കെ അല്ലെ? അവിടെ nth ഓർഡർ എന്തായിരുന്നു? nth ഓർഡർ മോൾ റേസ് ടു 1 മൈനസ് n, l റേസ് ടു n മൈനസ് 1, s റേസ് ടു മൈനസ് 1. അത് കഴിഞ്ഞിട്ട് എഴുതിയ ഇക്വേഷൻ ആണ് ഇന്ന് ചോദിക്കാൻ പോകുന്നത്. ദെൻ സീറോ ഓർഡർ k ഈക്വൽ ടു r0 മൈനസ് r ഡിവൈഡഡ് ബൈ t. വാട്ട് യു മീൻ r0? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. r എന്തായിരുന്നു? ഫൈനൽ കോൺസെൻട്രേഷൻ. t എന്താണ്? ടൈം. ദെൻ നെക്സ്റ്റ് half life, t half equal to r0 by 2k. ഇതാണ് എഴുതിയത്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓർഡർ k equal to 2.303 by t log r0 by r. ഇക്വേഷൻസ് കിട്ടണം. ഇത് കഴിഞ്ഞിട്ട് അതിന്റെ ഫസ്റ്റ് ഓർഡറിന്റെ t half equal to 0.693 divided by k. ഇതിന്റെ രണ്ടിന്റെ ഡെറിവേഷൻ നമ്മൾ ഒരു ടേബിൾ ആക്കി, 2 ടേബിൾ ആക്കിയിട്ട് കമ്പയർ ചെയ്ത് ഡെറിവേഷൻ എഴുതി. ദെൻ അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കില എക്സസൈസ് ക്വസ്റ്റ്യൻസ് അല്ലെ ഓൾറെഡി ചെയ്തു. ലോഗരിതത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഒക്കെ ഒന്ന് ഡിക്ലെയർ ചെയ്തു. ലോഗരിതം അല്ലെ, ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകൾ വരെ ചെയ്തത് കേട്ടോ. ഓർത്തോക്ക്, ചാപ്റ്ററിന്റെ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ആരെങ്കിലും ഒരു ക്ലാസ് ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു ഐഡിയ കേട്ടോ. ഓർത്തോക്ക, പ്രീവിയസ് ക്ലാസ്സുകൾ ഒന്ന് നോക്കുക, ഒന്ന് സെറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോകണം കേട്ടോ. ഓർത്ത് നോക്കുക. ഇനി നമുക്ക് ഇതിൽ വരുന്ന സമയത്ത് അടുത്ത ടോപ്പിക് ആയിട്ട് വരുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇരിക്കും കേട്ടോ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കണ്ടുപിടിച്ചിട്ടില്ലേ? സ്യൂഡോപോഡിയ, ഫോൾസ് അല്ലെ? ഫോൾസ് ലെക്സിനെയാണ് സ്യൂഡോപോഡിയ എന്നൊക്കെ പറഞ്ഞ അറിയാം. പോഡിയ എന്ന് പറഞ്ഞാൽ അല്ലെ ലെക്സ് എന്ന് പറയും. അതുപോലെ സ്യൂഡോ എന്ന് പറയുമ്പോൾ ഫോൾസ് എന്നുള്ളതാണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ അവർ പറയുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്ന സമയത്ത് ദ റിയാക്ഷൻ ബിഹേവ് ലൈക്ക് ആൻ എ ഹയർ ഓർഡർ ബട്ട് എന്താണ് ദ എക്സിസ്റ്റ് ഇൻ ദ എന്താണ് ഫസ്റ്റ് ഓർഡർ. ആ രീതിയിൽ റിയാക്ഷൻ ഹയർ ഓർഡറിനെയൊക്കെ പോലെ ബിഹേവ് ചെയ്യും. അതിൽ അവർ പറയുന്നത് കെയിൻ ഷുഗർ അല്ലേ, കെയിൻ ഷുഗറിലേക്ക് വാട്ടർ ആഡ് ചെയ്യും. അങ്ങനെ കെയിൻ ഷുഗറിലേക്ക് വാട്ടർ ആഡ് ചെയ്യണ സമയത്ത് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. അതിൽ വാട്ടറിന്റെ എമൗണ്ട് കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഹയർ ഓർഡറിനെ പോലെ അല്ലെങ്കിൽ ഡിഫറെന്റ് ഓർഡറിനെ പോലെയൊക്കെ ബിഹേവ് ചെയ്യും, ഫോൾസ് ആയിട്ട് ഫീൽ ചെയ്യും. മനസ്സിലായി? പക്ഷെ അത് മെയിൻ ആയിട്ട് ഫസ്റ്റ് ഓർഡറിൽ തന്നെ ബിഹേവ് ചെയ്യും കേട്ടോ. അങ്ങനെയുള്ളതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പോൾ ഒരു മാരുതി 800 എടുത്തു, എന്നിട്ട് ഞാൻ അതിന്റെ
ബോഡിയൊക്കെ മാറ്റിയിട്ട് അതിന്റെ മുകളിൽ ഒരു ഫെരാരിയുടെ ഇതൊക്കെ വെച്ചു അല്ലെ, ഓർത്ത് നോക്കാം. അങ്ങനെ വെച്ചാൽ അത് ഫെരാരി ആവും. എന്താ ഫെരാരി അല്ലെ, ദൂരെ നോക്കുമ്പോൾ അല്ലെ, നമ്മളിപ്പോ ഒരു ഫെരാരി അവിടെ കിടക്കണുണ്ടാ, ഞാൻ തുറന്ന് എഞ്ചിനൊക്കെ തുറക്കും, നോക്കുവോ? ഇല്ല. അങ്ങനെ പറ്റിച്ച ആൾക്കാരുണ്ട് ഇവിടെ. ആരാണത് അല്ലെ? കുറച്ച് ആളുമ്പ് പേപ്പറിലൊക്കെ കണ്ടല്ലേ 2-3 ഫെരാരിയൊക്കെ കിടന്ന പുള്ളി കേട്ടോ. ഇതുപോലെ തന്നെ എന്റെ എഞ്ചിൻ ഉണ്ടായാലും മാത്രമേ ഉള്ളൂ. അറിയാലോ, ഓർത്തോക്കാം. പേര് പറയേണ്ട ആവശ്യമില്ല അല്ലെ, ഓർത്തോക്കാം. ഇവിടെ നടന്നൊരു തട്ടിപ്പല്ലേ, ഓർത്തോക്കാം. എന്തോ ഒരു മാവെങ്കിലോ അങ്ങോട്ട് അല്ലെ, ഓർത്തോക്കാം അല്ലേ, ജോർജ് മാവെങ്കിൽ അങ്ങനെ അയാൾ ചെയ്താണ് ആക്ച്വലി. അയാളുടെ ഗാരേജിൽ ഫെരാരിയൊക്കെ കിടക്കണ്ടാവും ആക്ച്വലി വരുന്ന സമയത്ത് ഇല്ലേ, ഓർത്തോക്കാം അല്ലെ. അപ്പൊ സയൻസ് ഒക്കെ എത്രയാണെങ്കിൽ പോലും അയാൾ അത്രയും ആൾക്കാരെ വൺഫാനായിട്ട് പറ്റിച്ചു. അപ്പൊ നിങ്ങളെ പറ്റിക്കപ്പെടാതിരിക്കാം. അപ്പൊ ഓർത്ത് നോക്കാം, ഇവിടെ ഇത്രയേ ഉള്ളൂ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ആക്ച്വലി എന്താ, മാരുതിയാണ്. എഞ്ചിനും അതിന്റെ കപ്പാസിറ്റിയും അതെല്ലാമാണ്. പക്ഷെ അത് എന്താണ്, പെട്ടെന്ന് ദൂരെ നോക്കുന്ന ഒരാൾ അതിന്റെ ബോഡിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ എന്ത് ഫീൽ ചെയ്യും? ഫെരാരി ആണെന്ന് തോന്നുന്നു. പക്ഷെ അതെന്താണ് ആക്ച്വലി ഫോൾസ് ആണ് അല്ലെ. റിയലി അത് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലെയുള്ളൊരു സിസ്റ്റം ഈ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്ന രീതിയിലുണ്ട്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിലെ റിയാക്ഷന്റെ റേറ്റുകളിൽ ഹയർ ഓർഡറിനെ പോലെയൊക്കെ ബിഹേവ് ചെയ്യും. പക്ഷെ അത് എന്താണ് ആക്ച്വലി ലോവർ ആയിട്ടുള്ള ഒരു ഓർഡർ ആണ്. അതാണ് ഇതിന്റെ മീനിങ്. അപ്പൊ ഈ കൺസെപ്റ്റിൽ ഡെഫിനിഷൻ പഠിക്കുക, 2 പോയിന്റ് പഠിക്കുക, എക്സാമ്പിൾ പഠിക്കുക. ആകെ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ വേർഡാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഒന്ന് എഴുതി വെച്ചു. The order of reaction is sometime altered by condition. Sometime altered by condition. Altered by condition. Full stop. There are many reaction which obey first order rate law. There are many reactions which obey first order rate law. Obey first order rate law, although they are higher order reaction. Although they are higher order reactions. ഏതാ ഓർഡർ ഒബേ ചെയ്യുന്നത്? ഫസ്റ്റ് ഓർഡർ അല്ലെ. പക്ഷെ അവര് ആരെ പോലെയൊക്കെ ബിഹേവ് ചെയ്യാറുണ്ട് ചില സമയത്ത്, ഹയർ ഓർഡറിനെ പോലെയൊക്കെ നമുക്ക് ഒരു ഫീൽ ചെയ്യും. ആ രീതിയിൽ വരുന്നതാണ് ആക്ച്വലി. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റേറ്റ്മെന്റ്. ഇനി രണ്ട് എക്സാമ്പിൾ പഠിക്കണം. അത് വെച്ചിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എഴുതി വെക്കുക എന്നത് നമ്മൾ പറഞ്ഞ ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിൾ ആണ്. കെയിൻ ഷുഗർ അറിയാലോ അല്ലെ. കെയിൻ ഷുഗർ C12 വേം പറഞ്ഞു. C12H22O11. C12H22O11 H22 അല്ലെ. C12H22O11 പേന കാണാം. C12H22O11 പ്ലസ് എന്തായിരുന്നു അതില്? H2O ഉണ്ടോ, വാട്ടർ ആഡ് ചെയ്യും. അപ്പൊ എന്തൊക്കെ കിട്ടും? C6H12O6 പ്ലസ് C6H12O6. ഇതിൽ ഒരെണ്ണം ഗ്ലൂക്കോസ് ആണ്, മറ്റെന്തായിരിക്കും? ഫ്രക്ടോസ്. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അപ്പോ ഇവിടെ ഒരു H+ കൊടുക്കുക. അസിഡിക് ഹൈഡ്രോളിസിസ് ആണ് ചെയ്യുന്നത്. അസിഡിക് ഹൈഡ്രോളിസിസ് ആണ് വരുന്നത്. ഇവിടെ എഴുതാ എക്സസ് വാട്ടർ ലാർജ് എമൗണ്ട് കേട്ടോ. ഇതിന്റെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് വാട്ടറിന്റെ ഉണ്ട്, പക്ഷെ അത് വളരെ കൂടുതൽ വാട്ടർ വരുമ്പോഴാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക, എക്സസ് വാട്ടർ. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് എക്സാമ്പിൾ അസിഡിക് മീഡിയം H+ ഉണ്ടോ, ഓർത്ത് നോക്കാം. അസിഡിക് മീഡിയം കേട്ടോ, H+, അസിഡിക് ഹൈഡ്രോളിസിസ് എന്നൊക്കെ രീതിയിൽ ഓർത്ത് നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ നമ്മൾ പറയുന്നത് എസ്റ്ററിന്റെ കാര്യമാണ്. എസ്റ്റർ കേട്ടോ, ഓർത്ത് നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ CH3COO C2H5. ഇതിലേക്കും വാട്ടർ ആഡ് ചെയ്യുന്നു, H2O ആൻഡ് H+. ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് എസ്റ്റർ ആണ്. എസ്റ്ററിൽ ഇവിടെ ക്ലീവേജ് വരും. എന്നിട്ട് CH3COH ഉണ്ടോ, C2H5OH CH3COOH പ്ലസ് C2H5OH. അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം.
ഇതിന് വേണ്ടിയിട്ട് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്ന ഇതിന് വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചു വെക്കേണ്ടത്. എക്സസ് വാട്ടർ കേട്ടോ, ഇവിടെയും എക്സസ് വാട്ടർ ആണ്. എക്സസ് വാട്ടർ, എക്സസ് എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ആണ്. ആക്ച്വലി ഇപ്പൊ ഇതൊരു 1 മതി എന്ന് കരുതാം. അതിന് പകരം എത്ര കൊടുക്കും? ഒരു 1000 കൊടുക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. 1 പകരം എത്ര കൊടുക്കും? 1000 എന്ന് പറഞ്ഞത് 1:1 മതി. അതിന് പകരം എന്താണ് 1000. ഇപ്പൊ ഇയാൾ ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കുന്നത്. അതിന് പകരം ഞാൻ എത്ര ഗ്ലാസ് വെള്ളം തരുന്നു? 1000 ഗ്ലാസ് വെള്ളം കുടിക്കുമോ? പറ്റില്ല. പക്ഷെ എന്താണ് ആക്ച്വലി അല്ലെ അയാൾ ഫീൽ ചെയ്യുന്നത് എന്തായിരിക്കും? ഭയങ്കര ഹയർ ഓർഡർ ആയിട്ട് ഫീൽ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ക്ലിയർ? ഓക്കെ, ഇതാണ് 2 സിറ്റുവേഷൻ ആയിട്ട് വരുന്നത്. ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്ന ഒരു ഏരിയ കഴിഞ്ഞു കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. നെക്സ്റ്റ് ഹെഡിങ് എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് ഇതാണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓഫ് ദി റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഇതാണ് ഹെഡിങ് വരുന്നത്. പക്ഷെ അത് മുഴുവനും ആ ഒരു ഏരിയ, ആ ടോപ്പിക് മുഴുവനും അരീനസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ നേരെ തലതിരിച്ചാണ് ഹെഡിങ് എഴുതി വെക്കുന്നത്. കാരണം അത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് എഴുതുന്നത് കേട്ടോ. എന്നിട്ട് ഈ ഹെഡിങ് തന്നെ ഒരു സബ് പോയിന്റ് ആയിട്ടൊക്കെ എഴുതി വെക്കും. ഹെഡിങ് എഴുതി വെക്കുക, അരീനസ് ഇക്വേഷൻ ARRHENIUS. അരീനസ് ഇക്വേഷൻ ARRHENIUS, അരീനസ് ഇക്വേഷൻ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, the relationship between temperature and rate constant. അപ്പൊ അരീനസ് ഇക്വേഷൻ എന്താ? The relationship between temperature and rate constant. The relationship between temperature and rate constant. The relationship between temperature and rate constant. Then next, second point അതിന്റെ ഇക്വേഷൻ ആണ് K equal to AE raised to minus EA divided by RT. വേഗം കേട്ടോ, എന്നിട്ട് ഒരു ബോക്സിലൊക്കെ ആക്കി വെക്കണം. വലിയ ഇക്വേഷൻ ആണ്. K equal to AE raised to minus EA by RT. വേഗം എഴുതിയോ. K equal to AE raised to minus EA by RT. എഴുതിയോ? ഇനി ഓരോന്നും ക്ലിയർ ആയിട്ട് എഴുതണം. K എന്താന്ന് എഴുതുക? K ഹൈഫൺ റേറ്റ് കോൺസ്റ്റന്റ്. K റേറ്റ് കോൺസ്റ്റന്റ്. ക്യാപിറ്റൽ A ഹൈഫൺ അരീനസ് കോൺസ്റ്റന്റ്. ഈ ക്യാപിറ്റൽ A അരീനസ് കോൺസ്റ്റന്റ്. ഓരോന്നും നന്നായിട്ട് എടുത്ത് എഴുതണം കേട്ടോ, ഓർത്ത് നോക്കാം. EA ആക്ടിവേഷൻ എനർജി. EA കേട്ടോ, EA ഇത് കേട്ടോ, ഓർത്ത് നോക്കാം. EA ഇതാണ് കേട്ടോ ആക്ടിവേഷൻ എനർജി. EA ആക്ടിവേഷൻ എനർജി. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T എന്തായിരിക്കും? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ കേട്ടോ, കെൽവിനിൽ തന്നെ ചെയ്യണം. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. അപ്പോ ഈ സയന്റിസ്റ്റ് ഈ ഇക്വേഷൻ കണ്ടെത്തുന്നതിന്റെ ഒരു കാരണം പറയുന്നുണ്ട്. അതാണ് അടുത്തൊരു പോയിന്റ് ആയിട്ട് നമ്മൾ വരുന്നത്. 1 വേർഡ് ഒക്കെ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. വേറൊന്നുമില്ല, സയന്റിസ്റ്റ് ഒബ്സർവ് ചെയ്തത് K, നമ്മളൊരു റേറ്റ് കോൺസ്റ്റന്റ് K ഉണ്ട് എന്ന് കരുതാം. K കണ്ടെത്താനുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? റേറ്റ് ഈക്വൽ ടു K into A raised to X and B raised to Y അല്ലേ? അങ്ങനെയൊക്കെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ഓർഡറിന്റെ K കണ്ടെത്താനായിട്ട് എന്തായിരുന്നു? K equal to 2.303 divided by T log R0 by R. അങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ച സമയത്ത് ഈ സയന്റിസ്റ്റ് ഓരോ സ്ഥലത്തും ഒരു 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടി നോക്കി. 10 ഡിഗ്രി. അപ്പൊ ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ K ഡബിൾ ആവും. മനസ്സിലായി? ഏത് സ്ഥലത്തും അങ്ങനെ. അപ്പൊ കറക്റ്റ് ഡബിൾ ഒന്നും അല്ല, ചെറിയ രീതിയിൽ ഏകദേശം ഡബിളിന്റെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് പുള്ളി കൊണ്ടുവരുന്നതാണ് റേറ്റ് കോൺസ്റ്റന്റ്. ഓരോന്നിനും വ്യത്യാസമായിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് തരും, ആ വാല്യൂ നമുക്ക് തരും കേട്ടോ, ഓർത്ത് നോക്കാം. കാണാതെ പഠിക്കാനൊന്നുമില്ല. അപ്പൊ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമ്മൾ പഠിക്കണം. H equal to 6.626 into 10⁻34 അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പഠിക്കണം. അതുപോലെ ഇതൊന്നും പഠിക്കണ്ട. ആ A എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഓൾറെഡി ഗിവൺ ആയിട്ട് അവർ തരും. അപ്പോൾ അത് എക്സ്പെരിമെന്റിൽ കണ്ടെത്തിയ കാരണമാണ് പഠിക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതാണ് അടുത്ത പോയിന്റ് എഴുതുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് എഴുതി വെച്ചേ. ചോദിച്ചു.
ഈ ഗ്രേഡിയന്റ് ആണ് കേട്ടോ. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞ വാല്യൂ ഒന്നുമില്ല, അത് മുകളിലേക്ക് ആകുമ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വീഴാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടി കൊടുക്കുന്ന ഗ്രേഡിയന്റ്, മാത്തമാറ്റിക്കൽ ഗ്രേഡിയന്റ് ആണ്. അപ്പോൾ അതിന് വാല്യൂ ഉണ്ടാവില്ല കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ്, ഇത് ഫൗണ്ട് ചെയ്യുന്നതിന്റെ റീസൺ ആണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ഫോർ എ കെമിക്കൽ റിയാക്ഷൻ with rise in temperature by 10 ഡിഗ്രി. 10 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 10 വാല്യൂ ആണ്. കെൽവിൻ ആയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. 10 വാല്യൂ, 10 യൂണിറ്റ് ആണ്. 10 ഡിഗ്രി. The rate constant is 10 degree. The rate constant is nearly doubled. Rate constant is nearly doubled. Rate constant is nearly doubled. It has been found that for a chemical reaction with a rise in temperature by 10 degree, the rate constant is nearly doubled. കേട്ടോ, ഓർത്ത് നോക്കാം. നിയർലി അത് എന്താവും, ഡബിൾ ആയിട്ട് മാറും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ അതാണ് ആ സ്റ്റേറ്റ്മെന്റ് മീനിങ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഈ അരീനസ് ഇക്വേഷൻസിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള 2 ഫോം ഉണ്ട്. അതാണ് നമുക്ക് മാത്തമാറ്റിക്കലി വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ആ മാത്തമാറ്റിക്കൽ ഫോംസുകൾ നമുക്ക് എഴുതണം. അത് കഴിഞ്ഞിട്ട് ആക്ടിവേഷൻ എനർജിയുടെ ഏരിയാസ് എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് എഴുതാവുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഈ പഠിച്ചേക്കുന്ന ഇതിലേക്ക് ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു ചേഞ്ച് ആണ് ഇനി നമ്മൾ എഴുതാനായിട്ട്. ലോഗരിതം അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരുന്ന ചേഞ്ചിലേക്കാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിലേക്ക് നമ്മൾ ലോഗരിതം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലോഗ് കെ ഈക്വൽ ടു ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ LN എന്നൊക്കെ വെച്ചിട്ടാണ് ഈ കൊടുത്തേക്കുന്നത്. അതിന് പകരം നമ്മൾ ലോഗ് കെ ആണ് ആക്ച്വലി കൊടുക്കുക. log k equal to log a minus EA divided by 2.303 RT കേട്ടോ. ഇതൊന്ന് എടുത്ത് എഴുതി ബോക്സിലാക്കി വെക്കും കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിലെ കെമിക്കൽ കൈനറ്റിക്സിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ, എന്ത് പറ്റി ചെയ്ത് ഓക്കെ log k equal to log a minus EA by 2.303 RT. അരീനസ് ഇക്വേഷൻ ഒന്ന് ഹെഡിങ് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ 2 ഇക്വേഷൻ എന്തായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് എഴുതുക കേട്ടോ, ഓർത്ത് നോക്കാം. നമ്മളൊരു ചെറിയൊരു ടോപ്പിക് അതിന് മുമ്പ് എടുത്തു, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എടുത്ത ടോപ്പിക്കാണ് കേട്ടോ. log k equal to log a minus EA divided by 2.303 RT. ഇതാണ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നത്. അപ്പം നമുക്ക് സാധാരണ ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യുക, വാല്യൂ ഒക്കെ എടുത്തിട്ട്. ഇതിന്റെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് തരും അല്ലേ, അറിയാലോ. ലോഗരിതം നമ്മൾ ഏകദേശം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അല്ലാതെ ഈ വാല്യൂസ് ഒക്കെ തരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 2 ടെമ്പറേച്ചർ വരും, 2 ടെമ്പറേച്ചർ വരും. അങ്ങനെ വന്നാൽ ഈ ഇക്വേഷന് ഒരു എന്താണ് ഓൾട്ടർനേറ്റീവ് ചേഞ്ച് ആയിട്ട് വെക്കും. അത് ഇത്രയേ ഉള്ളൂ. log K2 by K1 log K2 divided by K1 ഈക്വൽ ടു, ഇത് ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്ത് വരും, ഇത് ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർത്ത് നോക്കാം, EA ഡിവൈഡഡ് ബൈ 2.303 R. ഈ T ആണ് വ്യത്യാസം വരിക. T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 ഇൻറ്റു T2. അതിൽ T2 എപ്പോഴും ഹയർ ടെമ്പറേച്ചർ എടുക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ കേട്ടോ, അത്രേ ഉള്ളൂ വ്യത്യാസം. വേഗം എടുത്ത് log K2 by K1 is equal to EA, activation energy ആണ് EA, 2.303 R എന്തായിരുന്നു, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T2 minus T1 divided by T1 into T2. ഈ 3 ഇക്വേഷൻ ഇപ്പൊ എന്തായാലും പഠിക്കണം, എന്തായാലും പറയിപ്പിക്കും. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് ഈ ചാപ്റ്റർ ഇപ്പൊ തീരും. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഫുള്ള് ചെയ്യണം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ കേട്ടോ, ഓർത്ത് നോക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പിന്റെ ഓരോരോ ടൈപ്പ് അങ്ങ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഓർത്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ വേഗം പഠിക്കുക കേട്ടോ, പഠിച്ചോ. log K2 by K1 is equal to EA divided by 2.303 R. എന്ത് വന്നു, T2 minus T1 divided by T1 into T2.
3 ഇക്വേഷൻ. ഓക്കെ ആണോ? എല്ലാവരും എഴുതി കേട്ടോ, പഠിച്ചു. ചോദിക്കാം. പറഞ്ഞു ഗുഡ്. അവിടെ പറഞ്ഞു. അതും പോവും, ഇവിടെ ക്യാൻസൽ ചെയ്തു, അതുകൊണ്ട് ഇവൻ തിരിച്ചു പോണേ. ഡെറിവേഷൻ അടിച്ചാൽ എന്താ വരും? ഇത് K1 ഇക്വേഷൻ, അടുത്ത എന്ത് വരും? K2. അപ്പൊ എന്ത് വരും? ഇക്വേഷൻ 2 മൈനസ് 1. അപ്പൊ എന്ത് വരും? log K2 മൈനസ് log K1. അതിനെ നമുക്ക് എന്ത് എഴുതാം? K2/K ഇങ്ങനെ എഴുതാമല്ലോ അല്ലേ? ഓർത്ത് നോക്കാം. അപ്പുറത്ത് എന്ത് വരും? ഐഡിയ മനസ്സിലായി. -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ മറ്റേ പോസിറ്റീവ് വരും കേട്ടോ, ഓർത്ത് നോക്കാം. ഡെറിവേഷൻ ഈസി ആയതുകൊണ്ടാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇത് LN A ഒക്കെ വെച്ചിട്ട് ഒരു ഇത് തന്നെ ഒരു 4 സ്റ്റെപ്പ് എഴുതി, അതിട്ട് വീട്ടിൽ ലോഗ് എഴുതി, അങ്ങനെ 2 പേജ് ഉണ്ട്. അത് ഡെറിവേഷൻ ആയിട്ട് ചോദിക്കത്തില്ല, അതുകൊണ്ടാണ് ഇത് ഇത്ര എഴുതിപ്പിക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം കേട്ടോ. ഇത് 2 ഇക്വേഷൻ ഒക്കെ എഴുതി പറയും, മനസ്സിലായില്ലേ? മാത്സ് ഇത് K1 കൊടുത്താൽ എന്ത് വരും? ഇത് K1 കൊടുത്താൽ ഇവിടെ എന്ത് വരും? T1. ബാക്കിയൊക്കെ ആരെങ്കിലും മാറുമോ? EA മാറുമോ? ഇത് മാറുമോ? ഇല്ല. അടുത്ത എന്ത് കൊടുക്കും? log K2 ഈക്വൽ ടു എന്ത് വരും? log A മൈനസ് EA/R T2. ഇനി ഇക്വേഷൻ 2 മൈനസ് 1 ആണ്, ഓർത്ത് നോക്കാം. അപ്പൊ എന്ത് വരും? log K2 മൈനസ് log K1. അതിനെയാണ് നമ്മൾ എന്ത് എഴുതുക? K2/K1. കാരണം എന്താ? ലോഗരിതത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, A⁻m ഡിവൈഡഡ് ബൈ A⁻n ഈസ് ഈക്വൽ ടു A⁻m മൈനസ് n അല്ലേ? ഓർത്ത് നോക്കാം. അതേ കൺസെപ്റ്റ് ആണ് ആക്ച്വലി പഠിച്ചിട്ടില്ലേ ലോഗരിതത്തിലെ കൺവേർട്ട് ചെയ്യുമ്പോൾ. A⁻m/A⁻n ഈസ് ഈക്വൽ A⁻m മൈനസ് n. ആ കൺസെപ്റ്റ് ആണ്. ആ A എന്ന് പറയുന്നത് ലോഗിലാണ് ആക്ച്വലി 10ന്റെ പവറിൽ അല്ലേ? അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ, ഓർത്ത് നോക്കുക. ഇത്രയും വരെ വന്നു. ഇനി നമ്മൾ നേരത്തെ എഴുതിയ ഇല്ലേ, ഇതിന്റെ ഡെഫിനിഷൻ എഴുതണം കേട്ടോ, ഓർത്ത് നോക്കാം. ഹെഡിങ് എഴുതി നോക്കാം, ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി ഹെഡിങ്, സബ് ഹെഡിങ് ആണ് കേട്ടോ, ഒരു കുഞ്ഞൊരു ഡെഫിനിഷൻ ആണ്. ആക്ടിവേഷൻ എനർജി. The amount of energy required to activation energy EA ആണ് കേട്ടോ, ആക്ടിവേഷൻ എനർജി EA. അതിന്റെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ എഴുതാണ്. The amount of energy required to form intermediate or activated complex. The amount of energy required to form intermediate or activated complex in a chemical reaction is known as activation energy. Intermediate or activated complex is known as activation energy. The amount of energy required to form intermediate or activated complex is known as എന്തായിരുന്നു? ആക്ടിവേഷൻ എനർജി കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ അതിന്റെ ഉള്ളില് ഒരു എന്താണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഉണ്ടാകും. ഈ ഇന്റർമീഡിയറ്റിന് ഹൈ എനർജി ആയിരിക്കും. അതിന്റെ ഗ്രാഫൊക്കെ ഉണ്ട്, ഗ്രാഫ് നമ്മൾ ഒരുമിച്ച് വരക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയാതെ. ലാസ്റ്റ് ക്ലാസ്സിൽ ആരോ ഡൗട്ട് വെച്ചപ്പോൾ പറയുകയും ചെയ്താണ് ആക്ച്വലി ആ ഒരു കൺസെപ്റ്റും ബാക്കി കാര്യങ്ങളും. അപ്പൊ ഈ ഇന്റർമീഡിയറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അല്ലെ? ഒരു മിഡിൽ ഉണ്ടാവും റിയാക്ഷനിൽ ഏറ്റവും വരുന്നത്. ഏത് റിയാക്ഷൻ എടുത്തോ അതിന്റെ ഉള്ളില് എന്താണ് ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. ഇന്റർമീഡിയറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അത് എത്താനായിട്ടുള്ള എനർജിയാണ് എന്ത്? ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് അത് എങ്ങനെ എത്തും? അപ്പൊ അതെ, എന്റെ കയ്യിൽ ഒരു വുഡ് ഉണ്ടെന്ന് കരുതാം. വുഡ്, ആ വുഡ് ഞാൻ തീ കൊടുക്കാൻ പോവാണ് ആക്ച്വലി. വുഡ് എടുത്ത് കത്തിക്കാൻ പോവാണ് ആക്ച്വലി. അങ്ങനെ കത്തിക്കുകയാണെങ്കിൽ അല്ലെ, ഇപ്പൊ അതെ ഇതൊരു വുഡാണെന്ന് കരുതാം, വുഡിനെ പോലെ ഇരിക്കുന്നത്. ഇത് ഞാൻ കത്തിക്കണം അല്ലെ, വുഡിനെ എനിക്ക് ടച്ച് ചെയ്യാലോ? ടച്ച് ചെയ്തോ? കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രൊഡക്റ്റ് ആഷ് അല്ലെ. ആഷിന്റെ ഒരു കാർബൺ ആയിട്ടുള്ള കത്താത്തതും ഒക്കെ ആയിട്ടുള്ളതാണ് മെയിൻ പ്രൊഡക്റ്റ്. എന്താ കിട്ടുക? അത് കത്തിച്ചാലും പേപ്പർ കത്തിച്ചാലും LPG കത്തിച്ചാലൊക്കെ കിട്ടുന്ന എന്താ? LPG കത്തിച്ചാൽ എന്താ കിട്ടണേ? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. അതാണ് പ്രൊഡക്റ്റ് അല്ലെ, അതാണ് പ്രൊഡക്റ്റ് കേട്ടോ. LPG കത്തിച്ചാൽ എന്താ കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും. അതാണ് ചൂട് കേട്ടോ, ഓർത്ത് വെക്കാം. പേപ്പർ കേട്ടോ, ഓർത്ത് വെക്കാം അല്ലെ. കത്തിച്ചാൽ വാട്ടർ കിട്ടാന്നൊക്കെ പണ്ടൊക്കെ പറഞ്ഞാലേ, ഇപ്പോഴായാലും വീട്ടിൽ പോയി കത്തിച്ചാൽ വാട്ടർ കിട്ടും, പഠിച്ചിട്ട് തലയിൽ ഞാൻ അല്ലെ, ഓർത്ത് വെക്കാം. എന്ത് അല്ലെ, ഹൈഡ്രോ കാർബൺസ് എന്ത് കത്തിച്ചാലും എന്ത് കിട്ടും അല്ലെ? നോക്കാം. അപ്പൊ നോർമലി ഇത് വുഡാണ്, ഹൈഡ്രോ കാർബൺ ആണ്. ഇത് കത്തിച്ച് കഴിയുമ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും, ശരിയല്ലേ? ഇനി ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആരാ? കത്തിക്കുമ്പോൾ ഇതിങ്ങനെ വുഡാണെന്ന് കരുതാൻ ഇങ്ങനെ അല്ലെ. കത്തിച്ച് കഴിയുമ്പോൾ ഇതിനൊരു കനൽ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും അല്ലെ. ഒരു എന്താ കിട്ടാ? ഒരു ഇന്റർമീഡിയറ്റ് അല്ലെ, ഓർത്ത് നോക്കാം. കനൽ എന്ന് പറയുന്നത് എന്തായിരുന്നു ആക്ച്വലി? നിങ്ങൾ എന്താണ് ടൂറൊക്കെ പോകുമ്പോൾ ഒരു പരിപാടി ചെയ്യുമല്ലോ,
എന്താ ക്യാമ്പ് ഫയർ അല്ലെ? ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യണ സമയത്ത് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതിനുള്ളിൽ ഒരു റെഡ് ഹോട്ട് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന വുഡിന്റെ പീസ് കണ്ടിട്ടില്ലേ? അതിനെ പോയി ഒന്ന് തൊട്ട് നോക്കിയേ, എന്ത് പറ്റും? പൊള്ളുവോ? അതെന്താണത്? ഇന്റർമീഡിയറ്റ്. അതെന്താണ്? ഇന്റർമീഡിയറ്റ്. എന്തുകൊണ്ട് അത് എന്താണ് പെട്രോൾ പോലെ ഭൂം എന്ന് പറഞ്ഞാൽ പോകാഞ്ഞത്? അതിന്റെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത് അതാണ് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എത്തിക്കഴിഞ്ഞിട്ട് എന്തുണ്ടാവുള്ളൂ? പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഇല്ലാതെ അല്ലെ ഇതിനെനിക്ക് കത്തിക്കണം, ഞാൻ ഒരു തീപ്പെട്ടി എടുത്ത് ഇതും കത്തൂത് ഇല്ല, എന്ത് ചെയ്യണം? കുറെ എനർജി കൊടുക്കണം അല്ലെ? പെട്രോളൊക്കെ വെച്ച് കൊടുന്ന് കത്തിച്ച് ഒരു ടൈം കഴിയുമ്പോൾ എന്ത് പറ്റും? അത് തീ പിടിക്കും. ആ എനർജി മുഴുവൻ എവിടെ പോയി? ഞാനിങ്ങനെ തീ കൊടുക്കുന്നുണ്ടല്ലോ ഇതിലേക്ക്, അത് എവിടെ പോകും? അതെന്താ? എന്തുണ്ടാവാനായിട്ട് പോകും? ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിനെന്തായിരിക്കും? ഹൈ എനർജി ആയിരിക്കും. അതിനെന്തായിരിക്കും? ഹൈ എനർജി. അപ്പൊ ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ഫോം ആനെ എന്താണ്? ഇന്റർമീഡിയറ്റ് കേട്ടോ, ഓർത്ത് നോക്കുക, ഇന്റർമീഡിയറ്റ്. അപ്പോ നമ്മളൊരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ദേ ഇവിടെ നോക്കുക, ഒരു ഗ്രാഫാണ്. ഇതിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ദേ ഇവിടെ എത്തും. ഇവിടെ റിയാക്ടൻ, ഇതെന്തായിരിക്കും? പ്രൊഡക്റ്റ് അല്ലെ? റിയാക്ടന്റിനും പ്രൊഡക്റ്റിനും എനർജി കുറവാണ്. ദേ ഇവിടെ വരുന്നത് എനർജിയുടെ ഗ്രാഫ് ആകുമ്പോൾ ഇത് എനർജി ആണ് എങ്കിൽ ഈ ഒരു സ്ഥലമാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ നല്ല ഭംഗിയിൽ വരക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇതാണ് ആക്ടിവേഷൻ എനർജി. ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ദിസ്. ഇത് കഴിഞ്ഞിട്ടേ എവിടെ എത്തുള്ളൂ? പ്രോഡക്റ്റിലേക്ക് എത്തുള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഏത് റിയാക്ഷൻ ആയാലും അല്ലെ, ഇപ്പൊ ഈ കസേര ഉണ്ടാക്കണം, ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യുക? അയൺ എടുക്കുക, ബൂം, അങ്ങനെ ഉണ്ടാവും? ഇല്ല, അത് മെൽറ്റ് ചെയ്ത് ചൂടാക്കി അല്ലെ, വലിയൊരു ടെമ്പറേച്ചറൊക്കെ, ആ കറക്റ്റ് ടെമ്പറേച്ചറൊക്കെ നമ്മൾ കണ്ടെത്തും. എന്നിട്ട് അത് മെൽറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഒരു ഇതിൽ വെക്കും, ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നു. അപ്പൊ ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ ആര് വരും? ഇന്റർമീഡിയറ്റ്. ആ ഇന്റർമീഡിയറ്റിൽ എത്താനായിട്ടുള്ള എനർജീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ ഇത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, ഈ എനർജി ആക്ടിവേഷൻ എനർജി കേട്ടോ, ഓർത്ത് വെക്കാം. ഓക്കെ, അതാണ് ഡെഫിനേഷൻ. ഒന്ന് നോക്കിയേ, ദ എമൗണ്ട് ഓഫ്, ഇനി സ്റ്റേറ്റ്മെന്റ് വായിക്കേ, ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ഫോം ആര്? എന്താണ്? ഇന്റർമീഡിയറ്റ്. അവിടെയാണ് ഇന്റർമീഡിയറ്റ് കേട്ടോ. ഈ ഗ്രാഫ് ഒക്കെ വരച്ച് നമ്മൾ എഴുതും. ഇനി ഇതിനോടൊപ്പം എഴുതുന്ന ഒരു ടോപ്പിക്കാണ് കാറ്റലിസ്റ്റ്. എന്താണ്? കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ആക്ടിവേഷൻ എനർജി ഇത്രയും വേണ്ടേ, അതങ്ങ് കുറയ്ക്കും. അതിന്റെ പാത്ത് ഇങ്ങനെ കുറച്ചിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകും കേട്ടോ, ഓർത്ത് നോക്കാം. സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ, സ്പീഡ് കൂട്ടും. സ്പീഡ് കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ സ്പീഡ് അല്ല കൂട്ടുന്നത്, ഓൾട്ടർ ദ പാത്ത്. എന്താ പറയുന്നത്? കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഓൾട്ടർ ദ പാത്ത്. പാത്ത് എന്ത് ചെയ്യും? ഓൾട്ടർ ചെയ്യും. പാത്ത് എന്ത് ചെയ്യും? ഓൾട്ടർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? പെട്ടെന്നെത്തും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഇയാള് ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ്, പക്ഷെ ഞാൻ അതിന്റെ ഷോർട്ട് കട്ടിൽ കൂടി പോയി ഞാൻ ആദ്യം എത്തി. അപ്പൊ അയാൾക്കാണോ സ്പീഡ്, എനിക്കാണോ കൂടുതൽ? റിയാലിറ്റിയിൽ അയാളായിരിക്കുമ്പോൾ ആനൊക്കെ പോയി മരിച്ചൊക്കെ അവിടെ എത്തുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും അല്ലെ, അതിന്റെ പാത്തി കൂടി ഓൾട്ടർ ചെയ്ത് അവിടെ എത്തും. അവിടെ എത്തുന്ന ആളാണ് സക്സസ് ആവുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾ വരും, അവൻ ഭയങ്കര ഫാസ്റ്റ് ആണോ, ഏത് കൂടി അന്ന് എത്തിയില്ല, അവൻ എത്തി ആദ്യം 10 മിനിറ്റ് കൊണ്ട് എത്തി അല്ലെ, ഓർത്ത് നോക്കാം. അങ്ങനെ എത്തി അല്ലെ. ഇപ്പൊ ഇവർ രണ്ടുപേരും ഒരേ ഫ്ലാറ്റ് ആണെന്ന് കരുതാം അല്ലെ, രണ്ടുപേരും ട്യൂഷൻ സെന്ററിൽ എത്തുന്നു അല്ലെ. ഇയാളാണെങ്കിൽ അല്ലെ ആ ഒരു ഷോർട്ട് കട്ടൊക്കെ കണ്ടെത്തി വേഗം എത്തണം എന്നുള്ള രീതിയിൽ വന്നു. മറ്റേ ആളെന്താ സാധാരണ വഴി കൂടി നടന്നു വന്നു. അതുപോലെ ഇരിക്കും. അപ്പോൾ ഒരാൾ ഫാസ്റ്റിലെത്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത് അല്ലെ? ഓൾട്ടർ ദ പാത്ത്. അതാണ് കാറ്റലിസ്റ്റ്. അപ്പൊ കാറ്റലിസ്റ്റിന്റെ ഡ്യൂട്ടി എന്താ? റിയാക്ഷൻ പാത്ത് എന്ത് ചെയ്യും? ഓൾട്ടർ ചെയ്യും. ആ വേർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ പറ്റും? സ്പീഡ് ഓഫ് റിയാക്ഷൻ കൂടും അല്ലെ, സ്പീഡ് കൂടിയതായിട്ട് ഫീൽ ചെയ്യും അല്ലെ. അതാണ് നമ്മുടെ കാറ്റലിസ്റ്റിന്റെ എക്സാമ്പിൾ എഴുതാൻ പോകുന്നത്. അടുത്ത ഹെഡിങ് കാറ്റലിസ്റ്റ്. അപ്പൊ നമ്മൾ സബ് ഹെഡിങ് ആയിട്ടുള്ള 2 പോയിന്റുകളാണ് എഴുതുന്നത്. അതിൽ അടുത്ത ഹെഡിങ് കാറ്റലിസ്റ്റ് കേട്ടോ. ഈ ഗ്രാഫ് നമ്മൾ ഒരുമിച്ച് വരക്കാനുള്ളതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഹെഡിങ് എഴുതി വെക്കുക, കാറ്റലിസ്റ്റ് കേട്ടോ. എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ഓർത്ത് നോക്കാം. എന്ത് പറ്റി? നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. എന്ത് പറ്റി സ്റ്റഡി സെക്ഷനിൽ വരാഞ്ഞേ? ശരിക്കും ആണോ? എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ആണ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് കേട്ടോ. നമ്മൾ ആ കാറ്റലിസ്റ്റിന്റെ ഡെഫിനിഷൻ എഴുതാം. ഫസ്റ്റ് എഴുതി വെക്കാം കേട്ടോ. എ കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ്. ഫസ്റ്റ് പോയിന്റ്, എ കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ്. A catalyst is a substance which increases the rate of reaction. A catalyst is a substance which increases the rate of reaction
A catalyst is a substance which increases the rate of a reaction, without itself undergoing any permanent chemical change. കാറ്റലിസ്റ്റിന്റെ ഫസ്റ്റ് ഡെഫിനേഷൻ നമ്മൾ എഴുതിയേക്കുന്നതാണ് കേട്ടോ. സെക്കൻഡ് പോയിന്റ് കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോൾ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടോ ഈ റിയാക്ടിന്റെ പ്രോഡക്റ്റ് ഇത് കണ്ടോ ഇങ്ങനെ ഷോർട്ടിൽ കൂടി വേഗം എത്തി അല്ലെ, ഓർത്ത് നോക്കാം. അതുകൊണ്ട് ചേഞ്ച് ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഒരാൾ ഷോർട്ട് കട്ടിൽ കൂടി അവിടെ എത്തി എന്ന് കരുതിയിട്ട് അയാൾക്ക് വേറെ ചേഞ്ച് ഉണ്ടാവും ഇല്ല അല്ലെ. അപ്പൊ കാറ്റലിസ്റ്റ് സ്പീഡ് കൂട്ടി, പക്ഷെ എന്താണ് ആക്ച്വലി വേറെ ചേഞ്ചസ് ഒന്നും വന്നില്ല, ഓർത്ത് നോക്കാം. സെക്കൻഡ് പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വേർഡ് ഇതാണ് സെക്കൻഡ് പോയിന്റ് കേട്ടോ. ഓക്കെ, എന്ത് പറ്റി മോനെ ചോദിച്ചു? സെക്കൻഡ് പോയിന്റ് എഴുതി കേട്ടോ. The catalyst provide an alternate pathway. The catalyst provides an alternate pathway. ആ ഓൾട്ടർനേറ്റ് പാത്വേ അണ്ടർലൈൻ ചെയ്യും, പെട്ടെന്ന് കിട്ടണം. കാറ്റലിസ്റ്റ് കണ്ടാൽ അപ്പൊ തന്നെ ഓൾട്ടർനേറ്റ് പാത്വേ എന്ന് കിട്ടണം. The catalyst provide an alternate pathway or reaction mechanism by reducing the activation energy. By reducing the activation energy. അപ്പോൾ കാറ്റലിസ്റ്റിന്റെ ഡ്യൂട്ടി ആണ് ആക്ച്വലി നമ്മൾ പറയുന്നത്. ഓർത്ത് നോക്കാം. ചോദിച്ചോ മോനെ. സ്പീഡ് കൂട്ടിയതായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ശരിക്കും എന്താണ് നടക്കുന്നത്? ഓൾട്ടർനേറ്റ് പാത്വേ ആണ് ആക്ച്വലി. മനസ്സിലായി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ പെട്ടെന്ന് നടന്നു. ആ പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും അല്ലെ, റിയാക്ഷൻ വേഗം കഴിഞ്ഞു എത്തി, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്താ നടക്കണേന്ന് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ എന്താ ഓൾട്ടർനേറ്റ് പാത്വേ. അങ്ങനെയാണ് അത് സ്പീഡ് കൂട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ല വരുന്നത് കേട്ടോ. രണ്ട് രീതിയിൽ പറയാം. ഇപ്പൊ ഇവിടെ നിന്ന് എനിക്ക് കലൂര് പോകണം, ഇവിടെ നിന്നുള്ളതാണ് മെയിൻ സ്ട്രേറ്റ് ഇതുണ്ട്, അതിൽ കൂടി എന്താണ് ആക്ച്വലി അല്ലെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എനിക്കൊരു കാറിന് പോകാം. അങ്ങനെയല്ല കാറ്റലിസ്റ്റ് എന്താണ് കാറിന് പകരം ഞാനൊരു ഹെലികോപ്റ്റർ പോയി അപ്പൊ സ്പീഡ് കൂടി, അതല്ല. കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും? അതിന് പകരം ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ടാക്കും. ആ ഷോർട്ട് കട്ടിൽ കൂടി പെട്ടെന്ന് എത്തും. അതുകൊണ്ട് സൈലന്റ് ആയിരിക്കും, വിഗറസ് ആയിട്ട് വരില്ല. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഭയങ്കര സ്പീഡിലൊക്കെ പോകണമെങ്കിൽ ഭയങ്കരമായിട്ട് അല്ലേ ഹീറ്റ് വരുന്നു, ആ രീതിയിൽ അങ്ങനെയുള്ള റിയാക്ഷനിലെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വേഗം എന്തുണ്ടാവും? പ്രോഡക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വലിയ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ എപ്പോഴും ആരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും നമ്മൾ? കാറ്റലിസ്റ്റ്. അപ്പൊ എന്തായാലും ചോദിച്ചത് നന്നായി. നിങ്ങൾക്ക് കുറെ ഏരിയാസ് കട്ട് ആയതുകൊണ്ടാണ്. പണ്ട് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട്. ഹേബർ പ്രോസസ് കാറ്റലിസ്റ്റ് ആര് ഉപയോഗിക്കും? ഹേബർ പ്രോസസ് 11th ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ലേ ചാർട്ട്ലിയർ പ്രിൻസിപ്പിൾ പഠിപ്പിച്ചപ്പോൾ അവിടെ എഴുതിയേക്കുന്ന ഒരു എക്സാമ്പിൾ ആണത്. 11th ഇക്വിലിബ്രിയം ഓർമ്മയുണ്ടോ? 7ാമത്തെ ചാപ്റ്റർ, അതിൽ ലേ ചാർട്ട്ലിയർ പ്രിൻസിപ്പിൾ ഓർമ്മയുണ്ടോ? അതിലൊരു എക്സാമ്പിൾ ഉണ്ട്. N2 + 3H2 gives 2NH3. അതാണ് പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. ഹേബർ പ്രോസസ് എന്ന് പറയും. ഒന്ന് എഴുതിക്കോ കേട്ടോ, ഹേബർ പ്രോസസ്. നിങ്ങൾക്ക് കാറ്റലിസ്റ്റുകളിലെ കുറച്ച് പേരുകളൊക്കെ അറിയണമല്ലോ. HABER, ഹേബർ പ്രോസസ്. - പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. കാറ്റലിസ്റ്റ് അയൺ ഓർ അയൺ ഓക്സൈഡ്. നിങ്ങൾക്കൊരു ചാപ്റ്റർ ഡിലീറ്റഡ് ആയി പോയി, സർഫസ് കെമിസ്ട്രി. അവിടെ എത്തുമ്പോൾ ഈ കാറ്റലിസ്റ്റിന്റെ മെക്കാനിസം ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഓർത്ത് നോക്കാം. 5ാമത്തെ ചാപ്റ്റർ ആയിരുന്നു +2ല, അത് ഡിലീറ്റഡ് ആയി പോയി കേട്ടോ. ഓർത്ത് നോക്കാം. അയൺ ഓക്സൈഡ്. അവിടെ നിങ്ങൾക്ക് ഒരു പ്രൊമോട്ടർ ഒക്കെ ഉണ്ട്, മോളിബ്ഡിൻ എന്നൊക്കെ പറഞ്ഞാൽ എഴുതണ്ട ഇപ്പൊ കേട്ടോ. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാർ കൊടുക്കും. കാറ്റലിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാന്ന് പറയും. കാറ്റലിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഒന്നും കൂടി അല്ലെ, അതിനെ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്ത് വെക്കും വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പോൾ എന്താണ് ആക്ച്വലി
ബൂസ്റ്റിന്റെ പ്രൊമോട്ടർ സച്ചിനാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ മീനിങ്? സച്ചിൻ ടെണ്ടുൽക്കർ ബൂസ്റ്റിന്റെ പ്രൊമോട്ടർ ആയിരുന്നു കുറെ നാള് എന്ന് പറഞ്ഞാൽ എന്റെ മീനിങ് എന്താ? പുള്ളി ബൂസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ? പിന്നെ ബൂസ്റ്റ് കഴിച്ചിട്ടാണ് പുള്ളി കാണിച്ചു കിട്ടുന്നത്. അഡ്വർടൈസ്മെന്റ് അല്ലേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത്? പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ എൻഹാൻസ് ദ ആക്ടിവിറ്റി എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലേ അഡ്വർടൈസ്മെന്റിന്റെ പാർട്ടായിട്ട് അതിനെന്ത് ചെയ്യും? എൻഹാൻസ് ചെയ്യും. എൻഹാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും കൂടി കൂട്ടും എന്ന് കരുതിയിട്ട് ബൂസ്റ്റിന്റെ കമ്പനിയുടെ ഓണർ അല്ല പുള്ളി അല്ലേ? ഓർത്ത് നോക്കാം. ഈ പറയുന്ന അതിലുണ്ടാക്കുന്നില്ല, പുള്ളി അത് ഉപയോഗിക്കുന്നുമില്ല. പക്ഷെ എന്ത് പറ്റും അല്ലേ? എൻഹാൻസ് ചെയ്യും. എൻഹാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞോളെ ഓർത്ത് നോക്കാം. അപ്പോൾ അതുപോലെയാണ് ഈ കാറ്റലിസ്റ്റും അതുപോലെ അതിനെ എൻഹാൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത് അല്ലെ? കാറ്റലിസ്റ്റിന് വല്ല ചേഞ്ച് വരുമോ? സച്ചിന് വല്ല വരുമോ? അല്ലെ പുള്ളി പൈസ കിട്ടും, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അല്ലാതെ പുള്ളിക്ക് അല്ലെ പുള്ളി അത് കുടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വേറെ അങ്ങനെ ഒന്നും വരുന്നില്ല. അത് പുള്ളി പോലെ തന്നെ നിൽക്കും. അതുപോലെയാണ് ഈ കാറ്റലിസ്റ്റുകൾ വേറെ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞോളൂ. ഈ എന്തെങ്കിലും എൻട്രൻസ് കുട്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ അതും കൂടി പഠിക്കേണ്ടി വരും. മോളിബ്ഡിനാണ് എൻട്രൻസിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എൻട്രൻസ് നോക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഓർത്ത് എഴുതി വെച്ചോ. അല്ലാത്ത ആൾക്കാർക്ക് വേണ്ട പ്രൊമോട്ടർ ആരെ പ്രൊമോട്ട് ചെയ്യുന്നു? കാറ്റലിസ്റ്റ് സ്പീഡ് കൂട്ടാനായിട്ട് ഓൾട്ടർനേറ്റ് പാത്ത്. അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആര് വരും? വേറെ ആൾ വരും. അയാളുടെ പേരാണ് മോളിബ്ഡിനം. അതുപോലെ ഇൻഹിബിറ്റർ ഉണ്ട്. ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നിർത്തും. പോയിസൺ ആയിട്ടാണ് അതിനെ പറയുക. ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ പോയിസൺ എന്നൊക്കെ പറയും. അത് സ്റ്റോപ്പ് ചെയ്യുന്ന ആളെയാണ് വിളിക്കുന്നത് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ ഒരു കാറ്റലിസ്റ്റ് കിട്ടു ഓർത്ത് നോക്കുക. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരു കമ്പനിയാണ് കാറ്റലിസ്റ്റ് കിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു എസ്റ്റർ ഉണ്ടാക്കുന്നത്, മിഠായി കമ്പനി ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് ഇനി 2 മാസത്തേക്ക് ലോക്ക്ഡൌൺ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യണ്ടേ അല്ലേ? പിടിച്ച് സ്റ്റോപ്പ് ചെയ്താൽ അത് മൊത്തം പൊട്ടിത്തെറിക്കും. മനസ്സിലായി? റിയാക്ഷൻ അങ്ങനെയാണല്ലോ ഓർത്ത് നോക്കുക. റിയാക്ഷൻ അങ്ങനെ അറിയാമല്ലോ ഓർത്ത് നോക്കുക. ഇപ്പൊ വണ്ടിയൊക്കെ നല്ല എഞ്ചിൻ നന്നായിട്ട് കത്തുന്ന സമയത്ത് വെള്ളം കോരി ഒഴിച്ചു നോക്കി അതിൻ്റെ ഉള്ളിൽ അത് പറ്റൂല, പൊട്ടും കേട്ടോ ഓർത്ത് നോക്കാൻ നല്ല രീതിയിൽ. അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തെ പുതിയ വണ്ടിയുടെ കാര്യമല്ല, പഴയ സാധാരണ വണ്ടികളിലും അതൊക്കെ വരുമ്പോൾ ആ റിയാക്ഷൻ അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അപ്പോൾ തുടങ്ങി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണ് ആക്ച്വലി ഇപ്പോൾ. അപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആളെ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. അത് നിങ്ങൾക്ക് ആ ഒരു ഏരിയ ഡീറ്റെയിൽഡ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ അറിഞ്ഞു നോക്കണം. അടുത്ത കോണ്ടാക്ട് പ്രോസസ് എന്ന് എഴുതി വെക്കുക. കോണ്ടാക്ട് പ്രോസസ്, പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. എക്സാമ്പിളുകളാണ് കേട്ടോ. കാറ്റലിസ്റ്റിന്റെ എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് പ്രോസസ്. ഹേബർ പ്രോസസ്സിന് എഴുതിയില്ലേ? കാറ്റലിസ്റ്റ് അയൺ കേട്ടോ ഓർത്ത് നോക്കുക. അയൺ ഓക്സൈഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻട്രൻസ് ഒക്കെ ആവശ്യമുള്ളെങ്കിൽ പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ട് മോളിബ്ഡിനെ എഴുതി വെക്കാം. പ്രൊമോട്ടർ മോളിബ്ഡിനെ എഴുതാം. അത് ആവശ്യമില്ല നിങ്ങൾക്ക്. എൻട്രൻസ് എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. MOLY കേട്ടോ, മോളിബ്ഡിനം. BDEN മോളിബ്ഡിനം. നെക്സ്റ്റ് അടുത്തതാണ് കോണ്ടാക്ട് പ്രോസസ്. കോണ്ടാക്ട് പ്രോസസ് ഹൈഫൺ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. കോണ്ടാക്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണ്. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനെയാണ് എന്ത് വിളിക്കുന്നത്? കോണ്ടാക്ട് പ്രോസസ്. സൾഫ്യൂരിക് ആസിഡ്, പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് വനേഡിയം പെന്റോക്സൈഡ്. കാറ്റലിസ്റ്റ് ഹൈഫൺ വനേഡിയം പെന്റോക്സൈഡ് V2O5. V2O5 വനേഡിയം പെന്റോക്സൈഡ് ടു കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് വനേഡിയം പെന്റോക്സൈഡ് V2O5. ഓർമ്മയുണ്ടോ? കോണ്ടാക്ട് പ്രോസസ്സോ എൻട്രൻസിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? S+O2 gives SO2, SO2 plus O2 gives SO3, SO3 plus H2SO4 gives H2S2O7, H2S2O7 plus H2O gives H2SO4. 4 ഇക്വേഷൻസ്. ആരുമില്ല കേട്ടോ, ഓർത്ത് വെക്കാം കേട്ടോ. നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാം പോകുന്ന ആൾക്കാരാണെങ്കിൽ വീണ്ടും എൻ്റെ അടുത്ത് ഒന്ന് പറയുകയാണെങ്കിൽ ഷെഡ്യൂൾ ചെയ്തൊക്കെ തരാം കേട്ടോ, ഓർത്ത് വെക്കാം. എന്ന് കരുതി ഇതൊന്ന് പഠിച്ചിട്ട് ഒന്ന് ഷെഡ്യൂൾ ചെയ്യാം കേട്ടോ, ഓർത്ത് വെക്കാം. അങ്ങനെ പതുക്കനെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. ബെസ്റ്റ് വേ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നവംബർ ഒക്കെ ആകുമ്പോഴേക്കും എൻട്രൻസ് പോകുന്ന കുട്ടികളാണെങ്കിൽ അത് മുഴുവൻ പഠിച്ച് തീർത്ത് വെക്കും. അത് കഴിഞ്ഞ് ഡിസംബർ മുഴുവനും എൻട്രൻസിന് വേണ്ടി പഠിക്കും. ജനുവരി ഓൺവേർഡ്സ് വീണ്ടും ബോർഡിന് വേണ്ടി പഠിക്കുക. ജനുവരി ഓൺവേർഡ്സ് മതി. കാരണം എന്ന് പറഞ്ഞാൽ ജനുവരി നിങ്ങൾക്ക് ഫസ്റ്റ് വീക്ക് മുതൽ എന്ത് തുടങ്ങും? പ്രാക്ടിക്കൽ, ബോർഡ് എക്സാം പ്രാക്ടിക്കൽ ഫസ്റ്റ് വീക്ക് മുതൽ ഷെഡ്യൂൾ ചെയ്യും. പല സ്കൂളിലും പലതായിരിക്കും, അറിയാലോ. നമുക്ക് സ്കൂളിലെ ടീച്ചർമാരൊക്കെ പറഞ്ഞു അല്ലേ. കാരണം ഒരു സ്കൂളിൽ ഇയാളുടെ സ്കൂളിൽ ഞാനാണെങ്കിൽ അങ്ങനെ വരും. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ഫെബ്രുവരി 15 ബോർഡ് തുടങ്ങി എന്ത് ചെയ്യും അല്ലെ, മാർച്ച് ഫസ്റ്റ് വീക്കോടുകൂടി കഴിയുന്നു. അങ്ങനെ മാർച്ച് ഫസ്റ്റ് വീക്കോടുകൂടി കഴിയണ സമയത്ത് പിന്നെ വരുന്ന ഏകദേശം അല്ലെ 2 months താഴെ ആയിട്ട് നിൽക്കുന്ന ഒരു 50 days ഒക്കെ നിങ്ങൾക്ക് കിട്ടും അടുത്ത ഏത് എൻട്രൻസ് വേണമെങ്കിലും നോക്കാൻ. അതിനിടയിലാണ് ജെയ്സ് എത്ര ടൈം അല്ലെ 3 attempts ഒക്കെ നിങ്ങൾക്ക് വരുന്നത്. ചിലവർ ജനുവരി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ ചെയ്തോ ആരെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ അറിയാലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് പോയി എഴുതുന്നു, ഫേസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ റിസൾട്ട് എന്നാ വരിക? ഏറ്റവും ലാസ്റ്റത്തേലാണ് കേട്ടോ, ഓർത്ത് വെക്കാം.
അപ്പോൾ അങ്ങനെ കൊണ്ടുവരും. ജനുവരി വെക്കുന്ന ഷെഡ്യൂളിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ വരുമല്ലോ, അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ജനുവരിയിൽ എഴുതി മാക്സിമം സ്കോർ ചെയ്ത് മാക്സിമം റാങ്കിലേക്ക് എത്തും. അപ്പൊ ആ റാങ്കിനെ മറ്റേതിൽ ബീറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളും കൂടി കോമ്പറ്റീഷനിലേക്ക് വരില്ലേ. അപ്പോൾ അവർക്കത് നല്ലതുമാണ്, നല്ല കാര്യമാണ് ആക്ച്വലി വരുന്ന സമയത്ത്. അപ്പോൾ കാരണം അവരെല്ലാം ഇത് പഠിച്ചിട്ട് ക്ലിയർ ചെയ്ത് പോകുന്ന രീതിയിൽ കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നവംബറിൽ എന്ത് തീർക്കണം, അതാണ് നല്ല ഷെഡ്യൂൾ. നവംബറിൽ നമ്മുടെ +2ന്റെ എല്ലാവരും പഠിച്ചു തീർത്ത് ഡിസംബറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 11th ഈ +2ന്റെ ഒക്കെ കൂടി ബേസ് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് ഡിസംബർ ഫുള്ള് പഠിച്ചു തീർക്കുന്നു. ദെൻ ജാനുവരി ഓൺവേർഡ്സ് വീണ്ടും തുടങ്ങും. അപ്പൊ നമുക്ക് ബോർഡിനെ എഫക്ട് ചെയ്യില്ല, എല്ലാം ബാലൻസ്ഡ് ആയിട്ട് കിട്ടും കേട്ടോ ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് വരും കേട്ടോ ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞുള്ളൂ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കേട്ടോ ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് കൊളൂഷൻ തിയറി. വന്നോ, ഒരു മിനിറ്റ് കേട്ടോ. ആ ഇക്വേഷൻ ചോദിക്കാം കേട്ടോ കേട്ടോ. ഒരു മിനിറ്റ് ഓൺലൈനിൽ ഇപ്പൊ വരാം. അപ്പോഴേക്കും ആ ഇക്വേഷൻസ് എല്ലാം പഠിക്കണം കേട്ടോ. പറഞ്ഞോട്ടോ. അരിയന്റെ സിറ്റുവേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. RT കേട്ടോ ഓർത്ത് നോക്കാം. ദെൻ അടുത്ത ഇക്വേഷൻ log A equal to K equal to ആദ്യത്തെ ഇക്വേഷൻ ആയിട്ടോ K equal to RT. K equal to EA ഡിവൈഡ് ബൈ നേരെ തിരിച്ച് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ മറ്റേതിൽ അതുകൊണ്ടാണ് തിരിഞ്ഞു പോകും അല്ലേ. EA ഡിവൈഡ് ബൈ കേട്ടോ. ആ രണ്ട് ഇക്വേഷൻ ഒക്കെ അല്ലേ. ഇനി അടുത്ത് log K2 by K1 ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ ഫസ്റ്റ് രണ്ടെണ്ണോ പഠിച്ചേക്കുന്നത് അത് പറ കേട്ടോ ഓർത്തൊക്കെ. K ഈക്വൽ ടു ഓക്കെ. ഓൺലൈനിലെ ആത്മാ വേഗം പറഞ്ഞേ ഇക്വേഷൻ. നമ്മൾ എഴുതിയ ആദ്യത്തെ ഇക്വേഷൻ. സൗരഭ് ഇത്രയും സമയം ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി, ലെഫ്റ്റായി പോയി, പക്ഷെ വന്നില്ല കേട്ടോ. വീണ്ടും റീജോയിൻ ചെയ്യാൻ പറ കേട്ടോ. ആത്മാ പറഞ്ഞേ ഇക്വേഷൻ. അക്കൻ പനിയായതുകൊണ്ട് ചോദിക്കാത്ത. ആരോൺ ഇക്വേഷൻ പറഞ്ഞേ. K equal to കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓൺലൈനിൽ വീഡിയോ ഓൺ ആക്കിയ എല്ലാവരും. അക്കിന് പനിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ ഇത് ചെയ്യുന്നത്. ദെൻ ഹെഡിങ് എഴുതി കേട്ടോ. ഇത്ര എഴുതിയല്ലോ. ഹെഡിങ് എഴുതി വെച്ചേ കൊളൂഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കൊളൂഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻ. COLLISION. കൊളൂഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കൊളൂഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻ. COLLISION. കൊളൂഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കൊളൂഷൻ കൊളോയിഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലേ കേട്ടോ. അതുപോലെ
കൊളൂഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ആ തിയറി എഴുതി കേട്ടോ ഫസ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ഹലോ ഈ നമ്പറിലേക്ക് അയച്ചാൽ ഞങ്ങൾ 7 ആവുമ്പോൾ ഓൺലൈനിൽ ഇവിടെ എനിക്ക് കാണാമില്ല, അവരെ കാണാം. പക്ഷെ എന്റെ വീഡിയോ ആർക്കും കാണില്ല. വീണ്ടും കട്ടായിട്ട് എന്തോ ടെക്നിക്കൽ അല്ല, അവരുടെ കുഴപ്പമില്ല. ഇവിടെ ഞാനിപ്പോ നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടേ ചെയ്യാതായി കഴിഞ്ഞപ്പോ വീണ്ടും നോക്കിയ സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഞാൻ ഇത്ര സമയം നിങ്ങളുടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവരൊക്കെ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ആകെ ദേഷ്യമായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ, നിങ്ങളുടെ കുഴപ്പമില്ല. അപ്പൊ ഇവിടുത്തെ എററാണ് തോന്നുന്നു. അപ്പൊ വീണ്ടും റീജോയിൻ ചെയ്ത് നോക്കിയാ കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആത്മാ ഓക്കെ ആണോ? ഓക്കെ, ദെൻ ആരോൺ ഓക്കെ, കണ്ടോ? ഓക്കെ, ഞാൻ നിങ്ങളുടെ പേര് എടുത്ത് നേരത്തെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് തോന്നുന്നു കേട്ടോ. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നിങ്ങൾ റീജോയിൻ ചെയ്ത് നോക്കുക, എന്നിട്ടും ആവുന്നില്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. സൗരഭാണ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് കേട്ടോ. ഓക്കെ, അത് നന്നായി കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ ചെയ്യണം കേട്ടോ. കാരണം അത് ടെക്നിക്കൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഡിവൈസ് ആകുമ്പോൾ ടെക്നിക്കൽ വരാം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ആണോ നിങ്ങളുടെ ആണോ എന്ന് അറിയാൻ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ. മിസ്സിന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഞാൻ എൻ്റെ ഇതിലാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ മിസ്സിന്റെ ഇതിൽ നമ്പറിൽ ഇത് അറ്റൻഡ് ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ കേട്ടോ. നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരും ഒന്നും മിണ്ടാതെ ആയപ്പോൾ കേട്ടോ ഞാൻ വിചാരിച്ചു ഇനി കേട്ടോ. ഓക്കെ, ശരി എന്നാ. ഓക്കെ, നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊളൂഷൻ തിയറി ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. കൊളൂഷൻ തിയറി. കൊളൂഷൻ തിയറിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ആക്ച്വലി. റിയാക്ടൻസ് കൂട്ടിയിടിക്കും, എന്നിട്ട് എന്തുണ്ടാവും? പ്രോഡക്റ്റ് ഉണ്ടാവും.
ഇങ്ങനെ ഒരു തിയറി കുറച്ച് നേരത്തെ മുമ്പ് പറഞ്ഞിരുന്നു. അത് ഏത് തിയറിയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റിയിൽ പറയുന്നത് എന്തായിരുന്നു? നിങ്ങൾ കൂട്ടിയിടിക്കും, എന്നിട്ട് എന്തുണ്ടാവും? കെമിക്കൽ റിയാക്ഷൻ ആവും. അവിടെ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്തിരുന്നു, എന്താന്ന് ഓർമ്മയുണ്ടോ? സൈമൾട്ടേനിയസ്ലി കൊളൂഷൻ. അതാണ് മോളിക്കുലാരിറ്റിയിൽ പറയുന്നത്. കൊളൂഷൻ തിയറി അങ്ങനെയല്ല പറയുന്നത്, കൂട്ടിയിടിച്ചാൽ പ്രോഡക്റ്റ് ഉണ്ടാവും. പക്ഷെ ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ പറയുന്നത് എഫക്റ്റീവ് കൊളൂഷൻ ആയിരിക്കണം, പ്രോപ്പർ ഓറിയന്റേഷൻ ആൻഡ് എന്താണ് ത്രെഷോൾഡ് എനർജി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ കൊളൂഷൻ നടക്കുള്ളൂ. അതാണ് ഈ തിയറി പറയുന്നത്. അപ്പൊ നമുക്ക് തിയറി എഴുതാം, എന്നിട്ട് ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. എന്തൊക്കെ വേണം കൊളൂഷൻ നടക്കണമെങ്കിൽ? പ്രോപ്പർ ഓറിയന്റേഷൻ, പിന്നെ എന്ത് വേണം? ത്രെഷോൾഡ് എനർജി, മിനിമം എനർജി വേണം അല്ലെ? ഓർത്ത് വെക്കാം. അപ്പോ ഈ കൺസെപ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് കൊളൂഷൻ തിയറിയുടെ ഒരു ഡെഫിനിഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം കേട്ടോ. ഒന്ന് എഴുതി വെച്ചോ. അക്കോർഡിംഗ് ടു ദിസ് തിയറി the reactant molecule are assumed to be, according to this theory, the reactant molecules are assumed to be, hard spheres, and reaction is postulated to hard spheres, and reaction is postulated to occur. The reaction is postulated to occur when molecule colloid with each other. Molecules colloid with each other. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ നമ്മളൊരു ഹാർഡ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്ത് അവർ കൂട്ടിയിടിക്കുന്നു, എന്നിട്ട് എന്തുണ്ടാവുന്നു? പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. സിമ്പിൾ കൺസെപ്റ്റ് ആയിട്ട് പറയാം. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കാം. ദ നമ്പർ ഓഫ് കൊളൂഷൻ പെർ സെക്കൻഡ്. സെക്കൻഡ് പോയിന്റ് അടുത്ത ലൈനിൽ ദ നമ്പർ ഓഫ് കൊളൂഷൻ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം. The number of collision per second per unit volume of the reaction mixture is known as collision frequency. The number of collision per second per unit volume of the reaction mixture is known as collision frequency. ഇതിനെ ക്യാപിറ്റൽ ലെറ്ററിൽ ഇസഡ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ബ്രാക്കറ്റിൽ ഇസഡ് എന്ന് എഴുതി വെക്കാം. ബ്രാക്കറ്റിൽ ഇസഡ്. തേർഡ് പോയിന്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇനി എഴുതുന്നത്. അതാണ് ഇതിന്റെ മെയിൻ ഏരിയ. കേട്ടോ, ആ മെയിൻ ഏരിയ നെക്സ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. The collision in which molecule colloid with sufficient kinetic energy ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. ത്രെഷോൾഡ് എനർജി കൈനറ്റിക് എനർജി, സഫിഷ്യന്റ് കൈനറ്റിക് എനർജി. അവിടെ ബ്രാക്കറ്റിൽ എന്തെഴുതണം? ത്രെഷോൾഡ് എനർജി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ആൻഡ് പ്രോപ്പർ ഓറിയന്റേഷൻ to form product.
and proper orientation to form product are called effective collusion. Then ഇതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട് നേരത്തെ എഴുതിയ പോലെ rate equal to നേരത്തെ എഴുതിയ ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ? എന്തിന്റെ ഇക്വേഷൻ ആയിരുന്നു? അരീനസ് ഇക്വേഷന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനും ഇതുമായിട്ടൊരു ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ റേറ്റ് ഈക്വൽ ടു നേരത്തെ എഴുതിയത് AE⁻CA/RT അല്ലെ, അങ്ങനെ ഒരു ഇക്വേഷൻ അല്ലേ എഴുതിയത്. അതിന് പകരം കേട്ടോ ഓർത്ത് നോക്കാം, നേരത്തെ എഴുതിയിരിക്കുന്ന ആ ഇക്വേഷന് പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. PZAB നേരത്തെ എഴുതിയതുപോലെ -EA/RT കേട്ടോ ഓർത്ത് നോക്കാം. വൈകി വന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് എഴുതിയേക്കുന്നത് അരീനസ് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതി. അത് റേറ്റ് ഈക്വൽ ടു AE⁻CA/RT എന്നാണ്. അതിന് പകരം ഈ ഒരു ഫാക്ടർ വന്നിട്ടുണ്ട്. ഇസഡ് എന്താന്ന് പറഞ്ഞു? ഇസഡ് എന്തായിരുന്നു കുറച്ചു നേരത്തെ എഴുതിയ? കൊളൂഷൻ ഫ്രീക്വൻസി കേട്ടോ. ഇസഡ് എന്താണ്? കൊളൂഷൻ ഫ്രീക്വൻസി. എയും ബിയും എന്തിനാ കൊടുത്തേക്കണേ? റിയാക്ടൻസ് A+B, അത് അത്രേ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ ഈ പി എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രൊബബിലിറ്റി ഫാക്ടർ ആണ്. അത് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫാക്ടറും കൂടി വരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ മിക്കപ്പോഴും ഒരു ഒറ്റ വാല്യൂ ആയിട്ടാണ് നമ്മൾ തരിക കേട്ടോ ഓർത്ത് നോക്കുക. അപ്പോൾ അരീനസ് കോൺസ്റ്റന്റ് പകരം കൊടുക്കുന്ന ഒരു വാല്യൂ ആണിത്. പി എന്തായിരിക്കും? പ്രൊബബിലിറ്റി ഫാക്ടർ. ഇസഡ് എന്തായിരുന്നു? കൊളൂഷൻ ഫ്രീക്വൻസി. എയും ബിയും എന്താണ്? റിയാക്ടൻസ് അല്ലെ, A+B എന്നുള്ള റിയാക്ടൻസ് ആണ് ആക്ച്വലി വരുന്നത്. ഇതിന്റെ മാത്തമാറ്റിക്കൽ ക്വസ്റ്റൻ ഇല്ല, ഇതെന്താണെന്ന് ചോദിച്ച് നിങ്ങൾക്ക് വരാം. അപ്പോൾ ഒന്ന് ഇക്വേഷൻ എഴുതാം, അത്രേ ഉള്ളൂ. എന്തിന്റെ ഇക്വേഷൻ ആയിട്ട് വരും? കൊളൂഷന്റെ റേറ്റ് ചോദിച്ചാൽ ഈ ഇക്വേഷൻ എഴുതാം, അത്രേ ഉള്ളൂ കേട്ടോ ഓർത്ത്. അരീനസിന്റെ ക്വസ്റ്റൻ ഉണ്ട് കേട്ടോ ഓർത്ത്. ഇന്ന് ചെയ്യും അരീനസിന്റെ ക്വസ്റ്റൻ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യും കേട്ടോ ഓർത്ത് നോക്കാം. ഇത്രേ ഉള്ളൂ, ചാപ്റ്റർ തീർന്നു കേട്ടോ ഓർത്ത് നോക്കാം കേട്ടോ. ചാപ്റ്റർ തീർന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ ചാപ്റ്ററിൽ നമ്മൾ ഗ്രാഫുകൾ വരച്ചിട്ടില്ല. ചില സ്ഥലത്ത് ഇപ്പൊ ആക്ടിവേഷൻ എനർജി ഒരു ഗ്രാഫ് ഞാൻ വരച്ചു അല്ലേ, അത് മാച്ച് കളഞ്ഞു. നിങ്ങൾ കൊണ്ട് വരപ്പിക്കാത്തതിന്റെ കാരണം ഇതിലുള്ള 6 ഗ്രാഫ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിനു മുമ്പുള്ള രീതിയിൽ ഈ 6 ഗ്രാഫ് പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. മിക്ക എന്താണ് ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എങ്ങനെ വന്നാലും 3 ഇയർ ചോദിച്ചിട്ടുണ്ട് വരുന്നത്. ഒരു അധികം മാർക്കിന്റെ ഒന്നുമില്ല, 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന്റെ ആ ഗ്രാഫ് വരക്കുക, അല്ലെങ്കിൽ ആ ഗ്രാഫിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ വരും. അപ്പൊ ആ ഗ്രാഫ് നമുക്ക് കിട്ടാൻ വേണ്ടി ഒരുമിച്ച് ഒരു പേജിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഗ്രാഫ് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ മെയിൻ ടോപ്പിക്സുകൾ തീർന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലിയർ ചെയ്യാം. ഇനി കൊളൂഷൻ തിയറിയുടെ കൺസെപ്റ്റിൽ 2 വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്താണ്? ത്രഷോൾഡ് ഫ്രീക്വൻസി ആ ബ്രാക്കറ്റിലുള്ള വേർഡ്. ത്രഷോൾഡ് എനർജി. പിന്നെ എന്തായിരുന്നു ആക്ച്വലി വേറൊരു വേർഡ് ഉണ്ട്, പ്രോപ്പർ ഓറിയന്റേഷൻ. ഇത് രണ്ടും ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. അത് കൂട്ടിയിടിക്കുമ്പോൾ എങ്ങനെ ഇടിക്കണം? നല്ല സ്ട്രോങ്ങിൽ ഇടിക്കണം അല്ലെ ഓർത്ത് നോക്കുക. ഇപ്പൊ ഇവിടുന്ന് 2 കാറാണ്, 2 കാറുകൾ വരികയാണ്. ആക്ച്വലി ഈ കാറുകൾ രണ്ടും ഒരു 5 km/h കൂട്ടിയിടിക്കുന്നു. എന്ത് സംഭവിക്കും? 5 km/h എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണോ? 2 പേരും കൂടി ഇങ്ങനെ മസൽ പിടിച്ചിരിക്കണ പോലെ അല്ലെ, അങ്ങോട്ട് ഇങ്ങോട്ടും അല്ലെ. ഒരു പുതിയ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഓർത്ത് നോക്കാം. ഇനി 2 കാറുകൾ രണ്ടും 100 km/h വരുന്നു. എന്നിട്ട് രണ്ടും കൂടി ഹൈ സ്പീഡിൽ ഇത് ഇങ്ങനെ വന്നിട്ട് 2 പേരുടെ ആ ഗ്ലാസ് മാത്രം കൂട്ടിയിടിക്കുന്നു എന്ന് കരുതിയിട്ട് വല്ലതും സംഭവിക്കുമോ? ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇതല്ലേ, മിറർ ഗ്ലാസ് അല്ലെ, 2ന്റെയും മിറർ ഗ്ലാസ് പോയി. ഇനി ശ്രദ്ധിക്കുക, 2 കാറുകൾ 100 km/h വരുന്നു, നേരെ ഇടിക്കുന്നു. അതാണ് പ്രോപ്പർ ഓറിയന്റേഷൻ. അങ്ങനെ 2 കാറുകൾ നേരെ 100 km/h നേർക്ക് ഇടിച്ചാൽ പുതിയൊരു പ്രൊഡക്റ്റ് കിട്ടും, ഒരു സാധനം അല്ലെ ഓർത്ത് നോക്കുക. പിന്നെ 2നെ കാറായിരിക്കുമോ? പിന്നെ അത് കാറായിട്ട് പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അത് പുതിയ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പഴയതായിരിക്കില്ല അല്ലെ. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അത് കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല വരെ. ഓക്കെ, അപ്പോ അല്ലെ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഏത് മറക്കരുത്? പ്രോപ്പർ ഓറിയന്റേഷൻ. രണ്ടാമത്തെ വേർഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി കേട്ടോ. അതാണ് ഈ സയന്റിസ്റ്റ് പറഞ്ഞത്. പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും എങ്ങനെ ഇടണം അല്ലെ, ഇതുപോലെ റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇടണം. എങ്കിൽ മാത്രമേ ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് ഈ സയന്റിസ്റ്റ് പറഞ്ഞേക്കുന്നത്. വേർഡ് മറക്കരുത്. ഇനി നമുക്ക് ഗ്രാഫുകൾ ഏകദേശം ഒരു 6 ഗ്രാഫ് ഉണ്ട്. 6 ഗ്രാഫ് ഒരു പേജിലേക്ക് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ നിൽക്കുന്ന പകുതി പേജാണെങ്കിൽ ആ പേജ് യൂസ് ചെയ്യരുത്, ഒരൊറ്റ പേജിൽ എനിക്ക് കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. ഞാൻ കുറച്ച് ഏരിയ എഴുതാത്തതുകൊണ്ട് ഒന്നുമില്ല, അവിടെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കേട്ടോ ഓർത്ത് നോക്കുക, എഴുതാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തരാം കേട്ടോ. ഒരു ഫുൾ പേജ് എടുത്തിട്ട് എഴുതാൻ നോക്കുക, നല്ല ഭംഗിയിൽ
വൃത്തിയിൽ കേട്ടോ. സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കൈ കൊണ്ട് വരച്ചാലും മതി, ഒരു കുഴപ്പമില്ല. ഉള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ച് ഏകദേശം കണ്ട ഒരു കേട്ടോ ഭംഗിയൊക്കെ തോന്നുന്ന രീതിയിൽ വരക്കാം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അവർക്ക് അല്ലേ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം മുതൽ ലാസ്റ്റ് വരെയുള്ള ഗ്രാഫുകളിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ഗ്രാഫുകൾ മാത്രമാണ് നമ്മൾ വരയ്ക്കുന്നത് ആദ്യം കേട്ടോ. ഓർത്ത് നോക്കാം, ടെക്സ്റ്റ് ബുക്കിൽ ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫുകളാണ് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരുന്ന വരയ്ക്കാൻ പോകുന്നത്. ഫസ്റ്റ് എല്ലാം ഒരു ഇതിൽ വരാൻ വേണ്ടിയിട്ടാണ് ചെറുതാക്കി വരയ്ക്കുന്നത്. ഈ ഗ്രാഫ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ, അപ്പോൾ ഇത് കോൺസെൻട്രേഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ആർ എന്ന് എഴുതാം കേട്ടോ. ഓർത്ത് നോക്കാം, ഇതിപ്പോ കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്നുള്ള രീതിയിലാണ് എഴുതുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, കോൺസെൻട്രേഷൻ ഓഫ് ആർ കേട്ടോ. ആർ കോൺസെൻട്രേഷൻ ആണ്, അത് മോളാർ കോൺസെൻട്രേഷൻ ആണ് അർത്ഥം. കോൺസെൻട്രേഷൻ റിയാക്ടൻസ് ആണ്. ഇവിടെ നമ്മൾ താഴെയായിട്ട് കൊടുക്കുന്നത് ടൈം ആണ്, ടൈം കേട്ടോ, ടൈം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതിങ്ങനെയാണ് ആക്ച്വലി ഗ്രാഫ് വരുന്നത്. ആ സ്ലോപ്പ് എന്നാണ് അതിനെ പറയാം. അപ്പോൾ ഇവിടെ k ഈക്വൽ ടു മൈനസ് സ്ലോ, ഇക്വേഷനൊക്കെ പഠിക്കണം. k ഈക്വൽ ടു മൈനസ് സ്ലോ, k ഈക്വൽ ടു മൈനസ് സ്ലോ. ഇത് വരുന്നത് സീറോ ഓർഡറിന്റെ ഗ്രാഫാണ്. സീറോ ഓർഡർ, സീറോ ഓർഡർ കേട്ടോ. ഓർത്തോ, ഒരു ഇതാണ് ഏകദേശം നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റണം. ഇത് സീറോ ഓർഡറിന്റെ ഗ്രാഫ്. ഇതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് ഇതേ നോക്കി കേട്ടോ, ഇതേപോലെ ഇരിക്കും. ഇതേ കാര്യം തന്നെയാണ് ആക്ച്വലി വരുന്നത്. ടൈം, ഇത് ഫസ്റ്റ് ഓർഡറിന്റെ ഗ്രാഫാണ്, ഫസ്റ്റ് ഓർഡർ. പക്ഷെ എവിടെയാണ് ചേഞ്ച് വരുന്നത്, അതിലേക്കാണ് കൊണ്ടുവരുന്നത്. നോക്കാം, ഫസ്റ്റ് ഓർഡർ ടൈം ഇത് കണ്ടോ, പുറത്ത് നോക്കാം, കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കും. അത് നമുക്ക് രണ്ട് പേജിൽ, അപ്പോൾ ഒരു പേജിൽ വരക്കുമ്പോൾ നമുക്ക് അതിന്റെ ഡിഫറൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വരുന്നത്. ഇവിടെ ഒരു LNR ആണ് കൊടുക്കുക. LNR എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോഗരിതം അപ്ലൈ ചെയ്യുന്നു അല്ലെ, നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്യുന്ന LNR. L ആണ് കേട്ടോ, I അല്ല, LNR. ഇങ്ങനെ വരുമ്പോൾ സ്ലോപ്പ് ഈക്വൽ ടു അല്ലെങ്കിൽ k ഈക്വൽ ടു മൈനസ് സ്ലോപ്പ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. k ഈക്വൽ ടു മൈനസ് സ്ലോപ്പ്. അപ്പൊ ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും, സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും എന്താ ഡിഫറൻസ് ഒന്ന് നോക്കിയേ. ഇവിടെ ആകെ 8 ഡിഫറൻസ് ഉള്ളൂ. ഏതായിരുന്നു? ഇവിടെ കോൺസെൻട്രേറ്റഡ് ആർ ആണ്, ഇവിടെ എന്തായിരുന്നു? LNR. അങ്ങനെ വരും. ബാക്കിയൊക്കെ സെയിം അല്ലേ? പുറത്ത് നോക്കാം, അങ്ങനെ പഠിച്ചു നോക്കാം മൈൻഡില്. ഓക്കെ, L എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗ് കേട്ടോ, ഓർത്ത് നോക്കാം. ലോഗരിതം, നാച്ചുറൽ ലോഗ് കേട്ടോ, ഓർത്ത് നോക്കാം. നമ്മുടെ ഇന്റഗ്രേഷൻ ഓർമ്മയില്ലേ? ഇന്റഗ്രേഷനിൽ നിന്ന് നാച്ചുറൽ ലോഗ്, അത് കഴിഞ്ഞ് ലോഗ് ഓഫ് 10. അങ്ങനെയാണ് നമ്മുടെ പാറ്റേണിൽ എഴുതി പോകുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഫസ്റ്റ് ഓർഡറിൽ തന്നെ 2 ഗ്രാഫ് ഉണ്ട്. അടുത്തൊരു ഗ്രാഫ് വരുന്നത് ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെയും ടൈം ആണ് കൊടുക്കുന്നത്. എന്നൊന്ന് നോക്കിക്കോട്ടെ, ഇത് വരക്കുന്ന രീതി. ഇവിടെയും ടൈം ആണ് കൊടുക്കുന്നത്. ഇവിടത്തെ കാര്യം നമ്മൾ മാറ്റിയിട്ട് നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ലോഗ് R0 ബൈ R ഉണ്ടോ, ഓർത്ത് നോക്കാം. R0 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇനീഷ്യൽ കോൺസ്റ്റന്റ്. R എന്തായിരുന്നു? ഫൈനൽ കോൺസെൻട്രേഷൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ സ്ലോപ്പ് ചെയ്ത് ഇങ്ങനെയാകും. കണ്ടോ, ഓർത്ത് നോക്കാം. ഇതാണ് സ്ലോപ്പ് ആയിട്ട് കണ്ടോ, നടുവിൽ നിന്ന് ഇങ്ങനെ കേട്ടോ, മിഡിലേക്ക് ഇങ്ങനെ വരും. ഇതാണ് സ്ലോപ്പ്. അപ്പോൾ അവിടെ ഇക്വേഷൻ വരുന്നത് സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് k ബൈ 2.303. മൈനസ് അല്ല, k ബൈ 2.303. k ബൈ 2.303. അപ്പോൾ ഈ ക്വസ്റ്റൻ ഒക്കെ തരുമ്പോൾ അവർ ഇത് പറഞ്ഞിട്ടേ ഈ സ്ലോപ്പിന്റെ വാല്യൂ തരും കേട്ടോ, ഓർത്ത് നോക്കുക. എന്നിട്ട് k ചോദിക്കും. അപ്പോൾ സ്ലോപ്പിന്റെ വാല്യൂ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 2.303. 1 വേർഡിലൊക്കെ ചോദിക്കും കേട്ടോ, ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ 2.303 ബൈ T log R0 ബൈ R അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ കിട്ടില്ല. അപ്പോൾ ഈ സ്ലോപ്പിന്റെ വാല്യൂ ഒരു തരും, എന്നിട്ട് k ചോദിക്കും 1 വേർഡൊക്കെ ആയിട്ട് കേട്ടോ, ഇത് തന്നിട്ട്. അപ്പോൾ ഈ വാല്യൂ തരൂല, ഒരു സ്ലോപ്പിന്റെ വാല്യൂ മാത്രം തരുള്ളൂ. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഈക്വൽ ടു k ബൈ 2.303 ആ രീതിയിൽ വരും കേട്ടോ, ഓർത്ത് നോക്കാം. സ്ലോപ്പിൽ വാല്യൂ 2 ആണ്, k എന്തായിരിക്കും എന്ന് പറഞ്ഞേ. സ്ലോപ്പിന്റെ വാല്യൂ 2 ആയിട്ട് തന്നു വരും, എന്നിട്ട് k ഈക്വൽ ടു 2.303 ഇൻറ്റു 2 ഉണ്ടോ, അങ്ങനെ പെട്ടെന്ന്. അപ്പോൾ
മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് അതായിരിക്കും ചോദിക്കുന്നത്, അല്ലാതെ ഇത് ഗ്രാഫ് വരക്കണം ചോദിക്കണം നിർബന്ധമില്ല കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇപ്പൊ ചെയ്തേക്കുന്നുണ്ടോ, സീറോ ഓർഡർ ഫസ്റ്റ് ഓർഡർ രണ്ടും തമ്മിൽ അല്ലെ ഏകദേശം ഒന്ന് കമ്പയർ ചെയ്ത് ഈ 3 എണ്ണമാണ് ആദ്യത്തെ. എത്ര ഗ്രാഫ് ഉണ്ട് നമുക്ക്? 6 എണ്ണം എന്ന് പറഞ്ഞു അല്ലെ, ഓർത്ത് നോക്കാം. ഇനി 3 എണ്ണം വേറൊരു ക്ലസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ 3 ഏകദേശം ഒരേപോലെ ഓർത്ത് നോക്കാം. ഇനി വരുന്നത് നമുക്ക് അരീനസ് ഇക്വേഷന്റെ ഗ്രാഫ് ആണ്. ഇന്ന് നമ്മൾ എടുത്തില്ലേ അരീനസ് ഇക്വേഷൻ? അരീനസ് ഇക്വേഷൻ പറഞ്ഞ ലോഗ് k2 ബൈ k1 ഈക്വൽ ടു 2 ടെമ്പറേച്ചർ ഉണ്ടോ? ഓർത്ത് നോക്കാം അല്ലെ, ആ ഇക്വേഷൻസ് വെച്ചിട്ട് അതില് ആദ്യത്തെ ആണ് k ഈക്വൽ ടു a റേസ് ടു മൈനസ് CA ബൈ RT എന്ന് പറയുന്ന ആ ഇക്വേഷനിൽ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫാണ് നമുക്കിനി അടുത്തതായിട്ട് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇത്രയും വരച്ച ആൾക്കാര് ഇതിന്റെ താഴെ ഇതിങ്ങനെ കണ്ടോ, ഒരു കമ്പാരിസൺ ആണ്, ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കേട്ടോ, ഓർത്ത് നോക്കി. ഇനി വരുന്ന അടുത്ത ഒരു സെക്ടർ കണ്ടോ, അപ്പൊ ഈ സെക്ടർ സീറോ ഓർഡർ ഫസ്റ്റ് ഓർഡറിൽ ഗ്രാഫ് 2 എണ്ണം തീർന്നു കേട്ടോ. ഇത് ടെക്സ്റ്റ് ബുക്കിലാണ്, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാതെ ഒരെണ്ണമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വരുന്നത് അതൊക്കെ പിന്നീട് നമുക്ക് നോക്കാം, സ്റ്റഡി മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷേ അതിനു മുമ്പ് ബോർഡ് എക്സാമിന് അങ്ങനെ ഒരു ഗ്രാഫ് ചോദിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം കേട്ടോ, ഓർത്ത് നോക്കുക. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഗ്രാഫുകളും നമ്മൾ ഓർഡറിൽ പഠിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്തു വെക്കുന്നു. ഇനി വരുന്ന അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, അരീനസ് ഇക്വേഷൻ കേട്ടോ. അടുത്ത ഇവിടെ അരീനസ് ഇക്വേഷൻ ഗ്രാഫ് കേട്ടോ, ഓർത്ത് വെക്കാം. ആ ഗ്രാഫില് ഇങ്ങനെ വന്നു. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 1/T ടെമ്പറേച്ചർ തമ്മിലാണ്. ഇവിടെ LNK കേട്ടോ, ഗ്രാഫ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, LNK കേട്ടോ. ഗ്രാഫ് കൊടുക്കുമ്പോൾ ഒരു ഫുൾ ആയിട്ട് താഴെ വരെ മുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി അങ്ങനെ തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ, ക്ലോസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ കൊടുക്കുക. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് CA ബൈ R. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് EA ബൈ R കേട്ടോ, ഓർത്ത് നോക്കാം. അത്രയും എഴുതി വെക്കാം. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് EA ബൈ R. അരീനസ് ഇക്വേഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. അരീനസ് ഇക്വേഷൻ ഗ്രാഫ് ഏതാ മോനെ? ഇത് നാച്ചുറൽ ലോഗ് LNK കേട്ടോ, ഓർത്ത് നോക്കാം. എല്ലാം ആണ് കേട്ടോ. നെക്സ്റ്റ് അയ്യോ ഇത് വരച്ചു ഓക്കെ അല്ലേ. ഈ എന്തായിരുന്നു? ആക്ടിവേഷൻ എനർജി. 6 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലേ, ഓർത്ത് നോക്കാം. ഇനി നമ്മൾ ഇതേ സെക്ടറിൽ തന്നെ 2 ഗ്രാഫുകൾ കൂടി വേറെ വരുന്നുണ്ട്. അത് ഒരെണ്ണം ആക്ടിവേഷൻ എനർജിയുടെയാണ്. ആക്ടിവേഷൻ എനർജി നമ്മൾ നേരത്തെ എഴുതിയതാണ്. ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫ് വരച്ചതിൽ ഓർമ്മയുണ്ടോ? ആക്ടിവേഷൻ എനർജി അല്ലേ, നമ്മൾ റഫായിട്ടൊക്കെ വരച്ചൊരു കാര്യമാണ്. ഇത് ഇങ്ങനെ വന്നു, ഓർത്ത് നോക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇത് റിയാക്ടന്റ് കേട്ടോ. റിയാക്ടന്റ് എന്ന് എഴുതണം കേട്ടോ. ഇത് P പ്രൊഡക്റ്റ്, റിയാക്ടന്റ് പ്രൊഡക്റ്റ്. ഇത് രണ്ടും അങ്ങനെ റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് തന്നെ എഴുതണം കേട്ടോ, ഓർത്ത് നോക്കുക. റിയാക്ടന്റ് പ്രൊഡക്റ്റ്. ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുക, അവിടെ ഹൈഫൺ ഇട്ടിട്ട് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എത്ര എഴുതിയേ? ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഇനി ഇവിടെ നോക്കുക, ഇത് എന്ത് ആക്സിസാ? Y ആക്സിസ് കേട്ടോ, ഓർത്ത് നോക്കുക. ഈ Y ആക്സിസിൽ എന്ത് എഴുതണം കേട്ടോ, ഓർത്ത് നോക്കുക. എനർജി, അതിൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് അവർ കൊടുത്തേക്കുന്നത്. ഒന്നല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ എനർജി എന്ന് കൊടുത്താൽ മതി. ഇല്ല, അവർ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. എനർജി എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഇനി ആ ഡൗട്ട് വേണ്ട. എനർജി. ദെൻ താഴെ എഴുതുമ്പോ റിയാക്ഷൻ കോർഡിനേറ്റ് കേട്ടോ, ഇവിടെ എഴുതി വെക്കുക. X ആക്സിസിൽ റിയാക്ഷൻ കോർഡിനേറ്റ് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കാം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. റിയാക്ഷൻ കോർഡിനേറ്റ് X ആക്സിസിൽ ഇല്ല, ഇവിടെ റിയാക്ഷൻ കോർഡിനേറ്റ് അത് പറയാം. ഇവിടെ എഴുതേണ്ടത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആക്ടിവേഷൻ എനർജി എന്നല്ല പറഞ്ഞ കേട്ടോ. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഇനി ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. ഇവിടെ ഒരു വേർഡും കൂടി ഉണ്ട്, EA. ഇതാണ് ആക്ടിവേഷൻ എനർജി കേട്ടോ, ഓർത്ത് നോക്കുക. ഇതാണ് ആക്ടിവേഷൻ എനർജി, EA കേട്ടോ. ഇതാണ് ആക്ടിവേഷൻ എനർജി. എന്നിട്ട് EA എന്താണെന്ന് എഴുതിയാൽ മതി, ആക്ടിവേഷൻ എനർജി. EA ആക്ടിവേഷൻ എനർജി.
അപ്പൊ ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? റിയാക്ഷൻ കോർഡിനേറ്റ്. വൈ ആക്സിസിൽ എന്താ എഴുതിയ? എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതാം. ദെൻ ഈ ആക്ടിവേഷൻ എനർജി. ഇത് ഏറ്റവും ടോപ്പിൽ വരുന്ന ഈ പോയിന്റ് എന്താണ്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഓർ ഇന്റർമീഡിയറ്റ് ആണത് കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി അടുത്തത് ഇതേ ഗ്രാഫിൽ തന്നെ ഒരു ചേഞ്ച് വരുത്തുന്നതാണ്. എന്തായിരിക്കും? ആക്ച്വലി കാറ്റലിസ്റ്റ് കേട്ടോ, ഓർത്ത് വെക്കാം. അടുത്ത ഗ്രാഫ് എന്തായിരിക്കും? കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിന്റെ ഗ്രാഫാണ് നെക്സ്റ്റ്. കാറ്റലിസ്റ്റ് അതും കൂടി ആവുമ്പോൾ 6 ഗ്രാഫ് ആവും. മെയിൻ ആയിട്ട് വരും 6 ഗ്രാഫ് ആവും. ഇതേ ഗ്രാഫ് തന്നെ കേട്ടോ വരക്കുമ്പോൾ ഇതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ സെയിം തന്നെയാണ്. ഇപ്പൊ വരച്ച ഗ്രാഫും ഇതുപോലെ തന്നെയാണ്. ഇത് റിയാക്ടന്റ്, ഇത് പ്രൊഡക്റ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് റിയാക്ടന്റ്, ഇത് പ്രൊഡക്റ്റ്. ഇത് എന്ത് തന്നെയാണ്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. പക്ഷേ ഇനി വരക്കുന്നത് ഈ റെഡ് ലൈൻ, അതാണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് കേട്ടോ, ഓർത്ത് നോക്കുക. ഈ റെഡ് ലൈനിൽ വരച്ചേക്കുന്ന ഡോട്ടഡ് ലൈൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അവിടെയാണ് നിങ്ങൾ ഹൈഫൺ എഴുതി വെക്കുന്നത്. എന്താണ് ആക്ച്വലി അവിടെ നിങ്ങൾ എഴുതി വെക്കുക കാറ്റലിസ്റ്റ് എന്താണ്? ലോവർ ദ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ദ പാത്ത് കേട്ടോ. ഈ റെഡ് കളറിൽ എഴുതിയേക്കുന്നത് കേട്ടോ. നിങ്ങൾ പെൻസിൽ കൊണ്ടൊക്കെ വരക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താണ്? കാറ്റലിസ്റ്റ് എന്താണ്? ലോവർ ദ ആക്ടിവേഷൻ എനർജി. കാറ്റലിസ്റ്റ് ലോവർ ദ ആക്ടിവേഷൻ എനർജി. ഇവിടെ എഴുതിയേക്കുന്ന എല്ലാ വേർഡും എഴുതണം കേട്ടോ. ഇവിടെ എന്തായിരുന്നു? എനർജി കേട്ടോ. വൈ ആക്സിസിൽ എനർജി, എക്സ് ആക്സിസിൽ റിയാക്ഷൻ കോർഡിനേറ്റ്. എല്ലാം സെയിം. ഇത് രണ്ടും എല്ലാം സെയിം ആണ്. ആകെ ഉള്ളത് ഈ ഡോട്ടർ ലൈൻ ഇടാം. ആ ഡോട്ടർ ലൈനിൽ എന്താ വരുന്നത്? കാറ്റലിസ്റ്റ് ലോവർ ദ ആക്ടിവേഷൻ എനർജി. കാറ്റലിസ്റ്റ് ലോവർ ദ ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ ഓൾട്ടർ ദ പാത്ത്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതുന്നത്. ഇപ്പൊ ടോട്ടൽ എത്ര ഗ്രാഫായി? 6. പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ. പിന്നെ എന്തായിരുന്നു ആക്ച്വലി? അരീനസ് ഇക്വേഷൻ, ആക്ടിവേഷൻ എനർജി കണ്ടോ, ഓർത്ത് വെക്കാം. ആൻഡ് കാറ്റലിസ്റ്റ് കണ്ടോ. ഇത് പഠിച്ചാൽ പിന്നെ അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. കാറ്റലിസ്റ്റ് കേട്ടോ. കാറ്റലിസ്റ്റ് ലോവർ ദ ആക്ടിവേഷൻ എനർജി. ആ ഡോട്ടർ ലൈൻ എന്ത് ചെയ്യും? കാറ്റലിസ്റ്റ് ആണത്. അത് എന്ത് ചെയ്യും? ലോവർ ദ ആക്ടിവേഷൻ എനർജി. കാറ്റലിസ്റ്റ് ലോവർ ദ ആക്ടിവേഷൻ എനർജി. Catalyst lower the activation energy. എഴുതിയോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റത്തെ ക്വസ്റ്റിനിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. മെത്തേഡാണ് എഴുതാൻ പോകുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോൾ ലാസ്റ്റ് ആൻസർ നിങ്ങൾ പതിക്കന്നെ എഴുതണം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ 30 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 30 അല്ലേ? വായിച്ചേ. ടെക്സ്റ്റ് ബുക്ക് എടുത്തോട്ടോ. ടെക്സ്റ്റ് ബുക്ക് എടുത്തു. ടെക്സ്റ്റ് ബുക്ക് എത്ര പേരുണ്ട്? ഒരാളുടെ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. എല്ലാവരും എഴുതിക്കും. വേണ്ട, എല്ലാവരും എഴുതിക്കും. 4.30 കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ പിന്നെ ഒന്നും മനസ്സിലാവില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഒന്ന് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഫോർമാറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് പഠിപ്പിച്ച ഇക്വേഷൻസുകൾ മെയിനായിട്ട് 3 ഉള്ളൂ. അത് അതിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയേക്കുന്ന സമയം അനുസരിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയേക്കുന്ന ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ആദ്യം പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? K equal to പറയും AE raised to minus EA by RT. Second, log A equal to log A minus EA divided by 2.303 RT. Third equation, log K2 divided by K1 is equal to EA divided by 2.303. ഇതാണോ മോനെ? ഇതല്ലേ? ഇതാണോ? എടുത്തോട്ടോ. ഇതാണോ? നോക്കട്ടോ കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നോക്കുക. ഓക്കെ കേട്ടോ. Log K2 by K1 is equal to EA divided by 2.303 R T2 minus T1 divided by T1 into T2. കേട്ടോ, ഈ ഇത്രയും ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് നമുക്ക് തീർക്കാം. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകാം. അപ്പൊ ഒരു കിട്ടും. ഒന്ന് എഴുതി വെച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 4.30 ആണ് കേട്ടോ. ഒന്ന് എഴുതി വെക്കാം. The rate of a reaction quadruples. The rate of a reaction
quadruples. Question number എഴുതണം കേട്ടോ, 4.30 ടെക്സ്റ്റ് ബുക്ക്. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവണം, അതിനു വേണ്ടിയിട്ടാണ്. The rate of a reaction quadruples when the temperature change from 293 Kelvin to 313 Kelvin. Full stop. Calculate the energy of activation of reaction. Calculate the energy of activation of the reaction. Calculate the energy of activation of the reaction, assuming that it does not change with the temperature. Assuming that it does not change with temperature. Assuming that it does not change with the temperature. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് തന്നേക്കുന്നത്, എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെന്നേക്കുന്നത്. എന്താ ഫൈൻഡ് ചെയ്യേണ്ടത് ആദ്യം നോക്കിയേ, ഇ എ. അപ്പോ ഓർത്തു നോക്കുക, ഇ എ വരുന്നത് ഈ ചാപ്റ്ററിലെ ഏത് ഇക്വേഷനിൽ മാത്രമേ ഉള്ളൂ? അരീനസ് ഇക്വേഷനിൽ മാത്രമേ ഉള്ളൂ, വേറെ ഉള്ളടത്തുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇ എ വരുന്നത് അരീനസ് ഇക്വേഷനിൽ മാത്രമേ ഉള്ളൂ. ഇനി നോക്കുക, അരീനസ് ഇക്വേഷനിൽ തന്നെ 3 ഫോർമാറ്റ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു ഇപ്പൊ പറഞ്ഞത് അല്ലെ? 3 ഫോർമാറ്റ്. അത് 2 ടെമ്പറേച്ചർ വരുന്ന ഇക്വേഷൻ ഏതാണ്? ലാസ്റ്റ് വൺ. അത് വേഗം എടുത്ത് എഴുതിക്കോ എല്ലാവരും. ലാസ്റ്റ് ഇക്വേഷൻ അങ്ങ് എടുത്ത് എഴുതിയ എല്ലാവരും. ലാസ്റ്റ് ഇക്വേഷൻസ് വേഗം അങ്ങ് എടുത്ത് എഴുതുക കേട്ടോ. ഓർത്ത് നോക്കാം, ലാസ്റ്റ് ഇക്വേഷൻസ് വേഗം എടുത്ത് എഴുതുക. എന്തുകൊണ്ടാണ് ലാസ്റ്റ് ഇക്വേഷൻ പറഞ്ഞേ? 2 ടെമ്പറേച്ചർ പറഞ്ഞു. ഉണ്ടോ? ഓർത്ത് നോക്കാം, 2 ടെമ്പറേച്ചർ പറഞ്ഞു അല്ലെ? കാരണം 2 ഡിഫറെന്റ് ടെമ്പറേച്ചർ പറഞ്ഞു. പിന്നെ ഇ എ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇ എയും 2 ടെമ്പറേച്ചറും വരുന്ന ഇക്വേഷൻ അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ എടുത്തെഴുതും. ഓർത്ത് നോക്കാം, log K2 by K1 equal to പഠിച്ച ഇക്വേഷൻ ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ എന്തായിരുന്നു പഠിപ്പിച്ചത്? T2 minus T1 divided by T1 into T2. T2 minus T1 divided by T1 into T2. ഇനി ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, അവിടെ ക്വാഡ്രപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് യു മീൻ ക്വാഡ്രപ്പിൾസ്? ക്വാഡ്രപ്പിൾസ് 4 ടൈം ഇൻക്രീസസ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തപ്പോ കെ എന്തായിട്ട് ഇൻക്രീസ് ചെയ്തു? 4 ടൈം ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 4/1. എത്ര കിട്ടും? 4/1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4 അല്ലെ? ഓർത്ത് നോക്കുക, 4/1 അല്ലെ? 4 ഇരട്ടിയായിട്ട് കൂടി. അപ്പൊ K1 1 ആണെങ്കിൽ K2 എത്രയായിരിക്കും? 4. അപ്പൊ എന്ത് എഴുതിയാൽ മതി? log 4 കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോ ഇതിന്റെ ആൻസർ കീ ഒക്കെ ഞാൻ അയച്ചു തന്നേക്കുന്നതിൽ അവര് വലിയ കാര്യമായിട്ട് K1 എന്ന് പറയുന്നത് അറ്റേ അസ്യൂമിങ് ദാറ്റ് എക്സ് എന്നൊക്കെ പറഞ്ഞു പറ്റത് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവും. നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓർത്ത് നോക്കുക, 4 ടൈം കൂടി എന്ന് പറഞ്ഞാൽ എന്താ? log 4. K2 by K1 എത്രയായിട്ട് എടുക്കണം? 4 കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ log 4 ഈക്വൽ ടു എന്താ കണ്ടെത്തേണ്ടത്? ഇ ആണ് കണ്ടെത്തേണ്ടത്. ഇ അതുപോലെ തന്നെ എഴുതാം. ദെൻ നെക്സ്റ്റ് ടെമ്പറേച്ചർ ഏതായിരിക്കും? T2 ഉം T1 ഉം കേട്ടോ. ഇനി അതൊക്കെ എടുത്തെഴുതണം കേട്ടോ. T2 എന്തായിരിക്കും? T1 എന്തായിരിക്കും? ശ്രദ്ധിക്കുക, ഇങ്ങനെ എഴുതുമ്പോ നിങ്ങൾ ഹയർ ടെമ്പറേച്ചർ T2 എടുക്കുക. തിരിച്ചു വന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ആൻസർ ഒക്കെ കിട്ടും. പക്ഷെ എപ്പോഴും ഹയർ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാലാണ് അത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ T2 എത്രയായിട്ട് എടുക്കാം? 313. ശരി, എത്രയാ പറഞ്ഞു? 313. T1 ഏതായിരുന്നു? 293. ഇനി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ആറിന്റെ വാല്യൂ എന്തായിട്ട് കൊടുക്കാം? 8 എനർജി വരുമ്പോൾ 8.314 കൊടുക്കും. ഓർത്ത് നോക്കാം. ദെൻ T2 നിങ്ങൾക്ക് അത് തരും കേട്ടോ, വാല്യൂ എന്തായാലും തരും. T2 എന്തായിട്ട് എടുക്കണം? 313 മൈനസ് എന്ത് വരും? 293 ഡിവൈഡഡ് ബൈ എന്ത് വരും? 293 ഇൻറ്റു 313.
ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, നീറ്റായിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ, ഓർത്ത് നോക്കുക. ഇനി log 4ന്റെ വാല്യൂ എക്സാമിന് നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്തണേന്നൊക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞു അല്ലെ. എങ്ങനെ നോക്കണം? log 4 എന്ന് പറഞ്ഞാൽ 10നേക്കാളും ചെറിയ വാല്യൂ വന്നാൽ എന്ത് കൊടുക്കണം? 0 പോയിന്റ്. 10ന് മുകളിൽ വന്നാൽ എന്ത് കൊടുക്കണം? 1 പോയിന്റ്. 100ന് മുകളിൽ വന്നാൽ 100 എത്ര ഡിജിറ്റ് ഉണ്ട്? 3 എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക 2. 100 എത്ര ഡിജിറ്റ് ഉണ്ടെന്ന്? 1 കഴിഞ്ഞ് 3 0 അല്ലേ? അപ്പൊ എത്ര ഡിജിറ്റ് ഉണ്ട്? 3. എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ? 2 പോയിന്റ്. അപ്പൊ മനസ്സിലായി? അപ്പൊ ലോഗ് എന്താണ്? 150. 150 എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കണം? 2 പോയിന്റ്. 150 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ഉണ്ടോ? 3 ഡിജിറ്റ് അല്ലേ? 2 പോയിന്റ് എന്ന് എഴുതണം. ആദ്യം അങ്ങനെയാ പറയാം കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ log 4 എത്ര ഡിജിറ്റാ? log 4 ഡിജിറ്റ് എത്രയാ? 1. അതിൽ നിന്ന് പറഞ്ഞാൽ കുറച്ച് എത്രയാ? 0. അങ്ങനെ ഓർത്ത് വെക്കാം, സിമ്പിൾ ആയിട്ട് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ ഇവിടെ എന്ത് എഴുതണം? 0 പോയിന്റ് കേട്ടോ, ഓർത്ത് വെക്കാം. log 4 ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ ലോഗരിതം ബുക്കിൽ നോക്കിയിട്ട്. ഈ ലോഗരിതം ബുക്കിൽ ആദ്യം 4 ആണ് 0 പോയിന്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ ലോഗരിതത്തിന്റെ ഈ ടേബിൾ ഈ സൈഡിൽ കൊടുക്കുന്നത് 10 വെച്ചിട്ടാണ് തുടങ്ങുക. അപ്പൊ നിങ്ങൾ ഇവിടെ 0 പോയിന്റ് എന്ന് എഴുതിയാൽ ഈ 4ന്റെ ഫ്രണ്ടിൽ ഇഷ്ടമുള്ളത്ര 0 ഇടാം. ഇഷ്ടമുള്ളത്ര 0 ഇടാന്ന്. 4 0 0 0 0 എന്ത് വേണമെങ്കിൽ എഴുതാം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇതില് 40,0 ആണ് നോക്കണ്ടേ ലോഗരിതത്തില്. മനസ്സിലായി? എന്താ കിട്ടുന്നത്? 40,0. അപ്പൊ എന്ത് വരും? 40,0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ നോക്കിക്കഴിഞ്ഞാൽ 6021. എത്ര ആൻസർ? 6021. കേട്ടോ, ഓർത്ത് നോക്കാം log 4ന്റെ വാല്യൂ. അപ്പൊ അത് എക്സാമിന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും കേട്ടോ. 0.60 എത്ര പറഞ്ഞു? 6021 അല്ലെ? ഇനി ബാക്കിയെല്ലാം ചെയ്തുകൂടെ? ഇതെല്ലാം കിട്ടൂലേ പിന്നെ? കേട്ടോ, ഓർത്ത്. ഇനി സ്പേസ് വിടാ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ചെയ്തേക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. മെത്തേഡ് ഓക്കെ ആയില്ലേ? കാൽക്കുലേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഡൗട്ട് ഉണ്ടോ? അറിയാലോ? ചെയ്യണോട്ടോ നന്നായിട്ട്. ഇത് അതുപോലെ തന്നെ എഴുതണം കേട്ടോ. 313 - 293 ചെയ്തപ്പോ എത്ര കിട്ടി? 20. 20/293 ഇൻറ്റു 313 അല്ലെ? ഓർത്ത് നോക്കാം. അതൊരു ചെയ്യാം കേട്ടോ. കാൽക്കുലേറ്റർ യൂസ് ചെയ്യല്ലേ കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ ചെയ്ത് നോക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ. വീട്ടിൽ പോയിട്ട് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം, ഓൾട്ടർനേറ്റീവ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഇത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ആൻസർ കാൽക്കുലേറ്ററിൽ നോക്കിയാൽ റൈറ്റ് ആണോ നോക്കുക, സ്പീഡ് ഏകദേശം നിങ്ങൾ നോക്കുക കേട്ടോ. മാക്സിമം ഇത്രയും ചെയ്ത് കിട്ടിയെന്ന് എഴുതാം. ഒരു എക്സാമ്പിൾ പറയാം. ഇത്രയും ചെയ്തിട്ട് ബാക്കി ചെയ്യാൻ എത്ര നിങ്ങൾക്ക് ടൈം എടുക്കുന്നുണ്ട് സമാധാനത്തോടെ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. കാരണം എന്താ പറയുക, നിങ്ങൾ ബോർഡ് എക്സാമിനാണ്, ഇത് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചു എന്ന് എഴുതാം. ഇത്രയും വരെ നിങ്ങൾ എഴുതി, ഇത് എഴുതാനായിട്ട് ഇനി ഒരു 10 മിനിറ്റ് കൂടുതൽ എടുക്കുന്നുണ്ടെന്ന് എഴുതാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള എല്ലാം ചെയ്തതിന് ശേഷം തിരിച്ചു വന്നിട്ട് സമാധാനത്തോട് മൾട്ടിപ്ലൈ ചെയ്ത് ആ സ്റ്റെപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യാൻ ആ സമയം പോകുമ്പോൾ കേട്ടോ അത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനെ അഫക്ട് ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ എല്ലാ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യനും എവിടെ വരെ നിർത്തുക, അത് ഇവിടെ വരെ നിർത്തുക, ബാക്കി ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. എന്ത് ചെയ്യണം കേട്ടോ, ആ സ്പേസ് വിട്ടിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് സമയം വെച്ച് ചെയ്യണം. ഓത് എനിക്ക് ചെയ്യാനുണ്ടല്ലോ എന്നുള്ളത് നോക്കാം. മെയിൻ ഫ്രെയിമിലെത്തുമ്പോൾ ചെറിയ ഏരിയാസ് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിലൊക്കെ ഇപ്പോൾ എന്താ പറയാ, ഇത് വേണമെങ്കിൽ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്യാം. ഇത് 20 ഒക്കെ എടുക്കാം. 6 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര വേരിയേഷൻ വരും കേട്ടോ, ഓർത്ത് നോക്കാം. ഫൈനൽ ആൻസർ ചെയ്യുന്ന അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് 20% ഫ്രാക്ഷണലി കൂടിയ ഇപ്പോൾ ആൻസർ 6.021. അതിന് പകരം ഒരാൾക്ക് കിട്ടിയേക്കുന്നത് 6.027 അതൊക്കെ വന്നാൽ ഫുൾ മാർക്ക് കിട്ടും. ഒരു 20% ഡിഫറൻസ് വന്നാലൊന്നും കുഴപ്പമില്ല. അതേസമയത്ത് 50% ഡിഫറൻസ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരാൻ പാടില്ല. അത്രേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ ഒന്ന് നമുക്ക് നോക്കി പോകാം എങ്ങനെയാണ് എന്നുള്ള ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത 4.27 അതൊരു വെറൈറ്റി ക്വസ്റ്റൻ ആണ്. ആ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ സെക്കൻഡ് ഇക്വേഷൻ ഉണ്ടാക്കിയത്. ആ സെക്കൻഡ് ഇക്വേഷൻ അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അതൊരു നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അല്ലേ, ഞാൻ എന്നിട്ട് പറഞ്ഞതില്ല എൻ്റെ ട്രിക്ക് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലായി എളുപ്പമാണ് കേട്ടോ. 4.27 ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചോ.
the rate constant for the first order decomposition, the rate constant for the first order decomposition, the rate constant for the first order decomposition of H2O. ഇതിനു മുമ്പ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റിന്റെയും PDF വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായി. സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഞാൻ വീണ്ടും ഒന്ന് സെൻഡ് ചെയ്യാം വാട്സാപ്പിൽ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വാട്സാപ്പിൽ കണ്ടാ നോക്കിയിട്ട് അല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫോണിലാണെങ്കിൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമോ? അതെടുത്തിട്ട് എവിടെയെങ്കിലും എടുത്തൊന്ന് വെക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ഞാൻ അതുകൊണ്ടാണ് എല്ലാ ചാപ്റ്ററിനെയും ഒരുമിച്ചാണ് സെൻഡ് ചെയ്തേക്കുന്നത്. റീസെൻഡ് ചെയ്യാം. ഇടക്കിടക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ ഭയങ്കര, കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിന്റെ മെസ്സേജ് ഇവിടെ നിന്നുള്ള മെസ്സേജ് വിട്ടുപോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, വീണ്ടും അത് ഫുള്ളായിട്ട് ഇടാം കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് അങ്ങ് എടുത്ത് വെച്ചേക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ വൈസ് ചെയ്തിട്ട് ആ ക്വസ്റ്റൻസ് ഇട്ടേക്കുന്നത് കേട്ടോ. ഏത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻസ് കേട്ടോ. ഓർത്ത് നോക്കാം. വിത്ത് സൊല്യൂഷൻ ആയിട്ടുള്ള കേട്ടോ. ഓർത്ത് നോക്കാം. വിത്ത് സൊല്യൂഷൻ, ഇതിന്റെ സൊല്യൂഷൻ കേട്ടോ. അപ്പൊ അത് അതുപോലെ തന്നെ സേവ് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കാം. അല്ലാതെ ഒരു PDF അയച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് നിങ്ങൾക്ക് ഒറ്റ PDF ആണ്. ആ ഒറ്റ PDF എല്ലാ ടൈപ്പും ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ആയിട്ടുള്ളത് കേട്ടോ. ഓർത്ത് നോക്കാം. NCERT കൂടി വരുന്ന ഒറ്റ PDF അതിലുണ്ട് കേട്ടോ. അതിൽ ഏതെങ്കിലും നിങ്ങൾ സേവ് ചെയ്ത് കറക്റ്റ് ആക്കി ചെയ്യണം കേട്ടോ. ഓക്കെ. ഉണ്ട് അവിടെ കിട്ടിയത് കേട്ടോ. ഓർത്ത് നോക്കാം. എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ വാട്സാപ്പിൽ. അങ്ങനെ എടുക്കാൻ പറ്റും, കുഴപ്പമില്ല അല്ലേ. ഓർത്ത് നോക്കാം. ബാക്കിലേക്ക് പോയി എടുക്കാൻ പറ്റും കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ വീണ്ടും ചെയ്യാം. ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ക്രോസ് ചെക്ക് ചെയ്യുക ഫുള്ള്. ക്വസ്റ്റ്യൻ എഴുതട്ടോ. 4.27. The rate constant for the first order decomposition of H2O2 is given by the following equation. H2O2 given by the following equation. അത് കഴിഞ്ഞ് അടുത്ത ലൈനിൽ log k equal to, നെക്സ്റ്റ് ലൈനിൽ log k equal to 14.34 ഇല്ല 14.34 minus 1.25 into 10 raised to 4 k all divided by t. 10 raised to 4 k all divided by t. Into k divided by t. 1.25 into 10 raised to 4 k all divided by t. Next line എഴുതി വെക്കുക. Calculate EA for this reaction. Calculate EA. EA എന്ന് പറഞ്ഞാൽ എന്താ? Activation energy. Calculate EA for this reaction. And at what temperature its half period be, at what temperature will its half period be 256 minutes, and at what temperature will its half period be 256 minutes. ഇതാണ് രണ്ട് ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇവിടെ ആദ്യം കണ്ടെത്താൻ പറയുന്നത് എന്താണ്? ഇ ആണ്, ആക്ടിവേഷൻ എനർജി ആണ് ആക്ച്വലി വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ 3 ഇക്വേഷൻ എഴുതി നോക്കും. ഈ 3 ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ള ഒന്നും തന്നിട്ടില്ല. അവർ കെ തന്നിട്ടുണ്ടോ? ഇ കണ്ടെത്തണേ എന്ത് വേണം? കെ വേണ്ടേ? ഇവിടെ ആകെ തന്നേക്കുന്ന ഒരു ഫോർമാറ്റ് ആണ്. ആ ഫോർമാറ്റിൽ നിന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയേക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഒരു ഫോർമാറ്റ് തന്നിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷനൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ?
പഠിച്ച ഇക്വേഷനില് ഇപ്പൊ അവർ തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ലോഗ് കെ ഈക്വൽ ടു 14.34 മൈനസ് എത്രയായിരുന്നു 125 into 10⁴ k ഹോൾ ഡിവൈഡഡ് ബൈ ടി. ഇങ്ങനെയല്ല തന്നേക്കുന്നത്. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷന് ഇതേ ഫോർമാറ്റിലാണ് ഞാൻ എഴുതാന്നേക്കുന്നത്. log k ഈക്വൽ ടു എന്തായിരുന്നു ഈ ഇക്വേഷൻ ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നില്ല. അവര് നിങ്ങൾക്ക് ആ മറ്റേ എന്താണ് അരീനസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാനായിട്ടാണ്. ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫോർമാറ്റിൽ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതി പഠിച്ചത്. മനസ്സിലായി? അങ്ങനത്തെ ഒരു ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അത് ഈ ഒരു ഫോർമാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. log k ഈക്വൽ ടു എന്ത് വരും? നമ്മൾ എഴുതി വെക്കുന്നത് log a മൈനസ് a ഡിവൈഡഡ് ബൈ 2.303 r t. ഓർത്തോ, കെ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. ആ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഏരിയ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇതും സെയിം ആണ്. ഇതിന് ഈക്വലന്റ് ആണ്. ഇതിന് ഈക്വലന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻസിൽ ഇത് രണ്ടും ഈക്വൽ ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്റ്റെപ്പിൽ എന്ത് എഴുതും? ഇ എ ബൈ 2.303 ആർ ടി അല്ലെ ഈക്വൽ ടു എന്ത് വരും? 1.25 ഇൻറ്റു 10⁴ കേട്ടോ. കെ ടെമ്പറേച്ചറിന്റെ ഒരു യൂണിറ്റ് പോലെ തന്നേക്കുന്നതാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ ടി അല്ലെ. ഓർത്ത് നോക്കുക, ഇവിടെ ടിയും എന്താവും? ക്യാൻസൽ ആവും. ഇനി ഇ എ ഈക്വൽ ടു എന്ത് കൊണ്ടുവരാം? 2.303 ഇൻറ്റു ആർ. കണ്ടോ? ഓർത്ത് നോക്കുക. ഇതിന് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമല്ലോ. അപ്പൊ എന്ത് കിട്ടും? ഇ എ കിട്ടും. എന്ത് കിട്ടും? ഇ എ. അങ്ങനെ ആക്ടിവേഷൻ എനർജി കണ്ടെത്തണം കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ ഇവിടെ വരെ ഒന്ന് എഴുതി വെക്കും. കാൽക്കുലേഷൻ നിങ്ങൾ തനിയെ ചെയ്യണം. ഓർത്ത് നോക്കാം. ഇനി ഇതല്ല ഈ ക്വസ്റ്റിന്റെ ടെസ്റ്റ്. അടുത്തത് എന്താണ്? അപ്പൊ അതിന്റെ മീനിങ് എങ്ങനെയാ? ടി ഹാഫ് തന്നാൽ എന്ത് കിട്ടും? യെസ്, ആ കെ വന്നാൽ അത് ഏത് ടെമ്പറേച്ചറിലാണ്? അതെങ്ങനെ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ ടി ഹാഫും ടെമ്പറേച്ചറും തമ്മിൽ വല്ല റിലേഷൻ ഉണ്ടോ? ഇല്ല അല്ലെ. ഓർത്ത് നോക്കാം. ടി ഹാഫും ആരും തമ്മിൽ റിലേഷൻ ഉണ്ട്? കെയും തമ്മിൽ റിലേഷൻ ഉണ്ട്. കെയും ആരും തമ്മിൽ റിലേഷൻ ഉണ്ട്? ടെമ്പറേച്ചർ. ഒന്ന് മനസ്സിലായോ? ടി ഹാഫും ആരും തമ്മിലുള്ള റിലേഷൻ? കെ. അപ്പൊ ടി ഹാഫ് തന്നു കഴിഞ്ഞാൽ കെ കണ്ടെത്താൻ പറ്റും. ആ കെ ഏത് ടെമ്പറേച്ചറിലായിരിക്കും? ഇതാണ് ചോദ്യം. ഐഡിയ മനസ്സിലായോ? അപ്പൊ ഇത്രയും വരെ എത്തുമ്പോൾ എന്ത് കിട്ടി? ഇ എ കിട്ടിയില്ലേ? അതവിടെ അവസാനിച്ചു. ഓക്കെ അല്ലേ? ഇ എ കിട്ടി അവിടെ. ഓക്കെ അല്ലേ? ഞാൻ മാറ്റോട്ടെ. ഇത്രയും വരെ മരിച്ചിട്ട് ഇവിടെ കാൽക്കുലേഷൻ ചെയ്ത് കണ്ടെത്താനായിട്ടുള്ള ആൻസറിന്റെ കീ എടുത്ത് വെക്കണം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അവിടെ നിൽക്കട്ടെ. ഇനി ഇവരുടെ ചോദ്യത്തിലേക്ക് വരാം. ഇവര് തന്നേക്കുന്നത് മാക്കിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇത് കഴിഞ്ഞു അടുത്ത സെക്ടർ തുടങ്ങാണ്. അടുത്ത സെക്ടറിൽ അവർ വന്നേക്കുന്നത് കേട്ടോ, ഇതിന്റെ അല്ല കേട്ടോ, വേറെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഇവിടം വരെ എഴുതി, ഇ എഴുതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പൊ ഇ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ ബ്രില്യന്റ് ആയിട്ട് അവർ ചോദിച്ചേക്കാണ്. അവർ ടി ഹാഫ് തന്നു. ടി ഹാഫ് എത്രയായിരുന്നു വാല്യൂ എന്ന് പറഞ്ഞ്? 256 മിനിറ്റ്സ്. യൂണിറ്റ് ഒക്കെ എഴുതണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കെ കിട്ടും. കെ ഈക്വൽ ടു എന്താ പഠിപ്പിച്ചേക്കുന്നത് അല്ലെ? ടി ഹാഫിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ടി ഹാഫിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാർക്ക് ടി ഹാഫ് ഈക്വൽ ടു ഏത് ഓർഡറാ? ഫസ്റ്റ് ഓർഡർ കേട്ടോ. ഓർത്ത് നോക്കാം. ഫസ്റ്റ് ഓർഡർ അല്ലെ. ഫസ്റ്റ് ഓർഡറിൽ എന്തായിരുന്നു ആക്ച്വലി? 0.693 ഡിവൈഡഡ് ബൈ കെ. അപ്പൊ കെ ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ്. അപ്പൊ എന്തായിരിക്കും ആൻസർ? 0.693 ഡിവൈഡഡ് ബൈ 256. അപ്പൊ എന്ത് കിട്ടും? കെ കിട്ടും. എന്ത് കിട്ടും? കെ. കെ ആണോ വേണ്ടത്? അല്ല. ടി ഹാഫും ആരും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നേ? ടെമ്പറേച്ചർ. ഈ ടി ഹാഫ് ഏത് ടെമ്പറേച്ചറിലാണ് അവർക്ക് കിട്ടുന്നത്? അപ്പോ ഓർത്തു വെക്കുക, ഈ കെ കിട്ടി. ഈ കെ കിട്ടിക്കഴിഞ്ഞാൽ ദേ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ലോഗ് ഈ കിട്ടുന്ന വാല്യൂ അതും കൊടുക്കാം. എന്നിട്ട് ദേ ഈ ടി കണ്ടെത്തണം. അതാണ് ചോദ്യം. കണ്ടോ? അവർ റെഡിമെയ്ഡ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. കണ്ടോ? ഓർത്തു വെക്കാം. അപ്പൊ ഏതാ കണ്ടെത്തണ്ടേ? ഇത് ടി കേട്ടോ. ഓർത്തു വെക്കാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? കെ കിട്ടും അല്ലെ? ആ കെയുടെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കണ്ടോ? അവർ തന്നേക്കുന്ന റെഡിമെയ്ഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്
കെ ഇത് കൊടുക്കണ്ട കേട്ടോ, ഇതൊരു യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. ഈ ടെമ്പറേച്ചർ ഇപ്പുറത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ കണ്ടെത്താം. ഇതൊരു വലിയൊരു ക്വസ്റ്റൻ ആണ്. ഒന്നാമത്തെ ഇതിന്റെ കാൽക്കുലേഷൻ നന്നായിട്ട് വരും. മാത്രമല്ല ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഓ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്ലൈ ചെയ്ത് പോകണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി എന്ത് എഴുതണം, ഇവിടെ ഈ വാല്യൂ കണ്ടെത്തണം കേട്ടോ, ഓർത്ത് നോക്കാം. ഈ വാല്യൂ ഓൾറെഡി കണ്ടെത്തണം. ആ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഏതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഈ ഇക്വേഷനിലേക്ക്. ഈ ഇക്വേഷനിൽ ലോഗ് കെയുടെ സ്ഥലത്ത് ഇപ്പൊ കിട്ടിയേക്കുന്ന വാല്യൂ ഇടുക 14.34, ഇതെല്ലാം ഇടുക, ടി മാത്രം ഒഴിച്ച്. ടി ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിന്റെ ലോഗ് എടുക്കണം. ഇപ്പൊ ഈ ലോഗ് ഇവിടെ കിട്ടുന്ന ഒരു 4.73 ആണെങ്കിൽ ഇവിടേക്ക് ഇടാം. അപ്പൊ എക്സാമിന് തരുമ്പോൾ എന്ത് തരും, ആ വാല്യൂ തരും കേട്ടോ, ഓർത്ത് നോക്കുക. ആ വാല്യൂ ആയിട്ട് തരില്ല കേട്ടോ, ചിലപ്പോൾ 2 വാല്യൂ ഒക്കെ ആയിരിക്കും തരും. തെറ്റിക്കാനായിട്ട് എങ്ങാനും തെറ്റിയൊക്കെ കിട്ടുന്ന വാല്യൂ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവർ ഇട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഒരു വാല്യൂ പിക്ക് ചെയ്തിട്ട് ഇപ്പൊ ലോഗ് 4.25 ആണ് ഇത് കിട്ടിയെന്ന് വിചാരിക്കാം. അതിന് പകരം അവർ തരുന്നത് ലോഗ് 4.25, ലോഗ് 3.75, അങ്ങനെ 3 വാല്യൂ വരും. അപ്പൊ ഒരു വാല്യൂ നമുക്ക് ആവശ്യമുള്ള വാല്യൂ മാത്രം അവിടെ ഇടാം. മനസ്സിലായോ? പണ്ടൊക്കെ അങ്ങനെയല്ല, ഈ ബുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ നോക്കിയില്ലേ, കണ്ടെത്തിയേക്കുന്ന പോലെ കണ്ടെത്തണമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ ആണോ? ഓർത്ത് നോക്കാം. അപ്പോ ഇപ്പൊ നമ്മൾ അരീനസ് ഇക്വേഷന്റെ 2 ടൈപ്പുകളാണ് ഈ ചെയ്തേക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി നമുക്ക് ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിലെ നമ്മള് 4.19 ഒക്കെ ചെയ്തിട്ടുണ്ടോ നോക്കിയേ. ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ 4.19 നോക്കിയേ, ചെയ്തിട്ടുണ്ടോ നോക്കിയേ. 4.19 ചെയ്തു എന്നാണ് ഓർമ്മ. ഇല്ലെങ്കിൽ ഇല്ലല്ലോ, ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയോ കേട്ടോ. 4.19 അല്ല വേറെ ക്വസ്റ്റ്യൻ കേട്ടോ, ഓർത്ത് നോക്കുക. 4.19 ചിലപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞൊക്കെ തന്നായിരിക്കും, അവർ ഓർമ്മയിലായി ചോദിക്കും. 4.19 ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ, കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. A first order reaction takes 40 minutes. A first order reaction takes 40 minutes for 30% decomposition. For 30% decomposition. To stop, calculate T half. A first order reaction takes 40 minutes, 40 minutes. For 30% decomposition, calculate T half. Calculate T half. ഇതാണ് ക്വസ്റ്റ്യൻ. എഴുതിയോ കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് ലാസ്റ്റത്തെ 2 ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പ് ചെയ്തു. ദെൻ ഇനി നമ്മൾ അതിനു മുമ്പത്തെ ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. ഏത് ഓർഡർ ആയിരുന്നു ഇത്? ഫസ്റ്റ് ഓർഡർ. ഫസ്റ്റ് ഓർഡറിന് 2 ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു ആ 2 ഇക്വേഷൻസ് എന്ന് പറയുന്നത്? പ്രതീക് പറഞ്ഞു. ഫസ്റ്റ് ഓർഡറിൽ K ഈക്വൽ ടു പറഞ്ഞു 2. ബൈ RT ആണോ? T log R0 by R. അല്ലേ? അടുത്ത ആള്, തൊട്ടടുത്ത ആള് പറഞ്ഞു T ഹാഫിന്റെ ഇക്വേഷൻ 0.693 ഡിവൈഡ് ബൈ K ആണ്. ഓർത്ത് നോക്കാം. ഫസ്റ്റ് ഓർഡർ ആണ് നമ്മള് അല്ലെ, ഇവിടെ K അല്ലാതെ ടെമ്പറേച്ചർ ഒന്നുമില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ 2 എണ്ണം എഴുതാം. ഇനി നമുക്ക് നോക്കാം. 40 minutes for 30% decomposition, calculate T half. ഇതാണ് ചോദ്യം. നമുക്ക് കണ്ടെത്തേണ്ടത് T half ആണ്. ശരിയല്ലേ? T half കണ്ടെത്തണമെങ്കിൽ ആരെ കണ്ടെത്തണം? ഫസ്റ്റ് K കണ്ടെത്തണം. K കണ്ടെത്തണമെങ്കിൽ ഇതിൽ വല്ലതും തന്നിട്ടുണ്ടോ? അല്ലെ? ഇതില് നിങ്ങൾ ഓർത്തു വെക്കുക, T എത്രയാണ്? അപ്പൊ എടുത്തെഴുതാം അല്ലെ? താഴെ എഴുതിപ്പോട്ടോ, എന്റെ ഒപ്പം എഴുതിപ്പോണം. T ഈക്വൽ ടു എത്രയായിരിക്കും? 40 minutes. T ഈക്വൽ ടു 40 minutes. ഇല്ല, T ഈക്വൽ ടു 40 minutes. ഇനി R0 എത്രയാണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100. എന്തുകൊണ്ടാണ് 100 ആവുന്നത്? എല്ലായ്പ്പോഴും അല്ലെ, ഇനീഷ്യലി തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കും? 100 അല്ലെ. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറയുന്നു അല്ലെ. ഒരു പേപ്പർ എടുക്കുന്നു, അത് 2 gram ആണ് എങ്കിൽ പോലും അത് പെർസെന്റേജ് പറയുമ്പോൾ 100. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ എന്തായി? ഒരു 1 gram ആയി 50% കഴിഞ്ഞു. അങ്ങനെയല്ലേ പറയുന്നത്. അപ്പൊ അതുപോലെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. R0 എത്രയായിരുന്നു? 100%. ദെൻ R എത്രയാണ്? 100% എന്ന് പറയുമ്പോൾ 100 എന്ന് എഴുതിയാൽ മതി കേട്ടോ, ഓർത്ത് വെക്കാം. R
ആർ എത്ര പെർസെന്റേജ് ഡീകമ്പോസിഷൻ നടന്നു എന്ന് പറയുന്നത്? 30% ഡീകമ്പോസിഷൻ നടന്നു എന്ന് പറഞ്ഞ പേപ്പർ 30% കത്തിയാൽ ബാക്കി എത്ര ഉണ്ടാവും? 70. അങ്ങനെ ആലോചിക്കണം. ഇനി 30% പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 30 ആണ്. ഒരു 30% പേപ്പർ കത്തി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ 30% അല്ലെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ റിമൈനിങ് എത്രയുണ്ടെന്നാണ്. അപ്പൊ എങ്ങനെ കിട്ടി? 100 - 30 എത്രയാണ്? 70. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. 100 - 30 70. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. k = അപ്പൊ എന്തായിരിക്കും എഴുതാൻ പോകുന്നത്? k = 2.303 ഡിവൈഡഡ് ബൈ t എത്രയായിരുന്നു? 40 log 100/70. 100/70 ചെയ്താൽ എത്ര കിട്ടും? കിട്ടിയില്ലേ? വെളുപ്പമല്ല മാത്സ് അല്ലേ? 10 ൽ 7 എത്ര ടൈം? 1 ടൈം. 30 ൽ 7 4 അല്ലെ? 4 × 7 28 അല്ലെ? ഓർത്ത് നോക്കാം. 4 വീണ്ടും എന്ത് വന്നു? 2 വന്നു. 20 ൽ 4 20 ൽ 7 2 ടൈം അല്ലെ? 20 ൽ 7 2 ടൈം. അപ്പോൾ 1.42. അപ്പോൾ ലോഗ് 1.42 നോക്കും നമ്മൾ, അല്ലെങ്കിൽ ലോഗ് 1.4 നോക്കിയാലും മതി. അപ്പോൾ 100/70 ഒക്കെ ചെയ്യുമ്പോൾ ലോഗ് 1.42 കിട്ടും കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ, ഇനി എക്സാമിന് നിങ്ങൾക്ക് ലോഗ് 1.42ന്റെ എന്ത് തന്നിട്ടുണ്ടാവും, ആ വാല്യൂ ആണ് എടുക്കുന്നത്. എന്നാലും നമുക്ക് ബുക്കിൽ നോക്കിയിട്ട് ഇപ്പൊ ഒന്ന് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓർത്ത് നോക്കാം. ഒന്ന് പറയാം. ലോഗ് 1.4 എന്ന് പറയുമ്പോൾ 1 എന്ന് പറഞ്ഞ ഡിജിറ്റ് അല്ലേ? 1 അല്ലേ? അപ്പൊ എന്ത് എഴുതും? 0. എന്നിട്ട് 14,2 നോക്കുക കേട്ടോ. പഠിക്കണൊക്കെ നല്ലതാണത് കേട്ടോ. ഓർത്ത് നോക്കാം. 14,2 ലോഗരിതം ടേബിളിൽ ഈ സൈഡിൽ 14 കണ്ടോ. ഓർത്ത് നോക്കാം. 142 എന്ന് പറയുമ്പോൾ സമയത്ത് 1523 കേട്ടോ. 1523 0.1523 0.1523 0.1523 ഇത്രയും ചെയ്യണം കേട്ടോ. വീട്ടിൽ പോയിട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? എത്ര കിട്ടി? വെരി ഗുഡ്. ഞാൻ പറഞ്ഞു എത്രയാ? 0.0 അല്ലേ? 00 ഒരു 0 കൂടി ഉണ്ടോ? 76 ശരി തന്നെ അല്ലേ? കാൽക്കുലേറ്റർ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ക്യാൻസൽ ചെയ്ത് നോക്കുക. 76. ഓക്കെ കേട്ടോ. എന്തായാലും പറഞ്ഞാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ടി ഹാഫ് കണ്ടെത്തണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? ടി ഹാഫ് ഈക്വൽ ടു 0.693 ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് പറഞ്ഞു 0.0076 ടി ഹാഫ് ഈക്വൽ ടു, അത് കിട്ടുന്നത് മിനിറ്റിലാക്കി എഴുതണം കേട്ടോ. ശ്രദ്ധിക്കാം, മിനിറ്റ്. ഇവിടെ നിങ്ങൾ ഈ യൂണിറ്റ് എഴുതിയിൽ മാർക്ക് പോട്ടോ. ഇവിടെ മിനിറ്റ് ആണെങ്കിൽ അവിടെയും മിനിറ്റ് കേട്ടോ. ഓർത്ത് വെക്കാം. ഇവിടെ ഇയർ ആണെങ്കിൽ അവിടെയും ഇയർ കേട്ടോ. ഓർത്ത് വെക്കാം. എത്ര കിട്ടി പറഞ്ഞു? 91.1 മിനിറ്റ് കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കണ്ടെത്തുന്നത് കേട്ടോ. ടി ഹാഫ് ഈക്വൽ ടു 91.1 മിനിറ്റ്. 91.1 മിനിറ്റ്. ഇനി നമ്മളുടെ കാര്യത്തിലേക്ക് വരാം അല്ലെ. ഈ ചാപ്റ്ററിനെ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഓർഡറിൽ ഓർത്ത് വെക്കുന്ന സമയത്ത് തിയറി, മെയിൻ പ്യുവർ തിയറി എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റില് നമ്മൾ പഠിച്ചത് റേറ്റ് ലോ, അത് തിയറി ആയിട്ട് കിട്ടണം. പിന്നെ വരുന്നത് ഓർഡർ ഡെഫിനിഷൻ ആയിട്ട് കിട്ടണം. പിന്നെ വരുന്നത് എലമെന്ററി റിയാക്ഷൻ, കോംപ്ലക്സ് റിയാക്ഷൻ, തേർഡ് ടോപ്പിക്. ദെൻ വരുന്നത് മോളിക്കുലാരിറ്റി, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. പിന്നെ നമ്മൾ ഇന്ന് എടുത്തതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ കിട്ടണം. അത് കഴിഞ്ഞിട്ട് കൊളൂഷൻ തിയറി. ഇത്ര ഒരു 7 ടോപ്പിക്സ് ആണ് തിയറി ആയിട്ട് നിങ്ങളുടെ വേർഡിൽ കിട്ടേണ്ടത്. അത് നിങ്ങൾക്ക് കിട്ടുമോ സെൽഫായിട്ട് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടുമോ സെൽഫായിട്ട് ചെക്ക് ചെയ്യണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ ഇതിലുള്ള ഓൾ ഇക്വേഷൻസ് ഒരുമിച്ചൊരു പേജിൽ വേണം, വേഗം എഴുതണം. എന്നിട്ടേ വിടുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ഞാൻ ഇക്വേഷൻസ് പറയുള്ളൂ. നിങ്ങൾ എവിടെ നിന്ന് റെഫർ ചെയ്താലും കുഴപ്പമില്ല. വേഗം ഇക്വേഷൻസ് എഴുതാം ഒരു ഫുൾ പേജിൽ. എല്ലാ ഇക്വേഷൻസ് ഓർഡറിൽ ഞാൻ വേഗം പറയാം. വേഗം എഴുതിക്കൊള്ളണം കേട്ടോ. ഓർത്ത് നോക്കാം. പറയണ ഇക്വേഷൻസ് ഓർഡറിൽ കേട്ടോ. ഓർത്ത് നോക്കാം. ഒന്ന് എഴുതി വെച്ചാൽ വേഗം എഴുതാം കേട്ടോ. ഒരു ഫുൾ പേജിൽ എഴുതുക കേട്ടോ. അവിടെ അങ്ങനെ എഴുതണ്ട, ഫുൾ പേജ് കേട്ടോ. ഓർത്ത് നോക്കാം. പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് അറിയോ? നമ്മൾ എക്സാം ആണ്, നാളെ ബോർഡ് എക്സാം ആണ്. വേഗം പേജൊക്കെ മറച്ചു നോക്കുമ്പേ നമുക്ക് പെട്ടെന്ന് കാണാം ഇക്വേഷൻ. ആഹാ അടിപൊളി, ഗ്രാഫ് ആഹാ അടിപൊളി കേട്ടോ. ആ രീതിയിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണേ കേട്ടോ. ഫസ്റ്റ് എഴുതി വെക്കുക. റേറ്റ് ഈക്വൽ ടു ആദ്യ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതും കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സുകളിൽ
റേറ്റ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇങ്ങനെയൊക്കെ എഴുതിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കിട്ടണം. ഓർ എന്താണ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സെക്കൻഡ് ഇക്വേഷൻ റേറ്റ് ലോവിന്റെ ആണ്. റേറ്റ് ഈക്വൽ ടു എന്തായിരുന്നു കെ ഇൻറ്റു എ റൈസ് ടു എക്സ് ആൻഡ് ബി റൈസ് ടു വൈ. ദെൻ തേർഡ് ഇക്വേഷൻ ഓർഡർ ഈക്വൽ ടു എന്തായിരുന്നു പറഞ്ഞേ എക്സ് പ്ലസ് വൈ സം ഓഫ് പവർ ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിനെ റേറ്റ് ലോ അവിടെ ഓർത്ത് വെക്കാം. ദെൻ സീറോ ഓർഡർ K equal to R0 minus R divided by T. Then T half equation R0 divided by 2K. Then fifth equation first order K equal to 2.303 divided by T log R0 by R. Then T half equal to 0.693 divided by K. Then ഇന്ന് പഠിച്ച ഇക്വേഷൻ കൂടി ഒന്ന് ആഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. എന്തായിരുന്നു അല്ലേ? എന്തായിരുന്നു sixth equation K equal to A raised to minus CA by R. The next ഇതിന്റെ പാർട്ടായിട്ട് തന്നെ നമുക്ക് എഴുതി പോകാം അല്ലേ? പുറത്ത് വെക്കാം. log K equal to log A minus CA divided by 2.303 R. The next log K2 divided by K1 is equal to എന്തോരം EA divided by 2.303 R. പിന്നെ ഇവിടെ എന്തോരം T2 minus T1 divided by T1 into T2. കേട്ടോ? അത് വേണ്ട കേട്ടോ, അപ്ലൈ ചെയ്യുന്നതല്ല. ലാസ്റ്റ് ഒരു വേറെ ഇക്വേഷൻ കൂടി എഴുതിയല്ലോ. എന്തായിരുന്നു? കൊളൂഷൻ തിയറി അല്ലേ? കൊളൂഷൻ തിയറി റേറ്റ് ഈക്വൽ ടു പി ഇസഡ് എ ബി ഇൻറ്റു ഇ എ ബൈ ആർ ടി. കേട്ടോ, ഓർത്ത് വെക്കാം. അത് വേണ്ട, ഇത്രയും വരെ മതി കേട്ടോ. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലെ അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ക്ലിയർ ചെയ്ത് വരും.